അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? MPH-ലുള്ള PYQ ഡിസ്കഷൻ ആയിരിക്കും. അതായത് 2024 പേപ്പറാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ MPH എന്ന് പറയുമ്പോൾ കൈൻഡ് ഓഫ് ജനറൽ പേപ്പർ ആയതുകൊണ്ട് തന്നെ കൂടുതലും നമുക്ക് എന്ത് പ്രതീക്ഷിച്ചാൽ മതി? അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ കുറച്ച് ജനറൽ നോളേജ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. മോസ്റ്റ്ലി 90% അബവ് എന്തായിരിക്കും? ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും ഒരു MPH-ൽ നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. വേറെ കോൺസെപ്റ്റുവൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ഒരു കൂടുതലും ഉണ്ടാവാറില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പേപ്പറിൽ അറിയാലോ, ലൈഫ് സയൻസിന്റെ PUT-ന്റെ കേസിൽ ഏകദേശം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 75 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറുള്ളത്. അപ്പോ ഈ ഒരു സെക്ഷനിൽ നമുക്ക് 75 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ലെങ്ത് ആവുന്നത് കൊണ്ടാണ് നമ്മുടെ സെക്ഷൻ നമ്മളൊരു 2 hour സെക്ഷൻ ആക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഇരുന്ന് കേൾക്കാൻ നമുക്ക് മേ ബി അധികം ഓരോ ക്വസ്റ്റ്യൻസുമായിട്ടും അധികം ഡിസ്കസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടാവാറില്ല. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതലും ബൈ ഹാർട്ട് പഠിക്കുന്ന ടൈപ്പാണ്. നമുക്ക് കോൺസെപ്റ്റുവൽ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വളരെ കുറവേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്, ദ വേ സൊസൈറ്റി ഈസ് ഓർഗനൈസ്ഡ് അറൌണ്ട് ദി റെഗുലേറ്റഡ് വേസ് people interrelate and organize social life is known as dash in sociology. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇത്. ഒരു സോഷ്യോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോഷ്യോളജി റിലേറ്റഡ് ആയിട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ പബ്ലിക് ഹെൽത്തിലെ സോഷ്യോളജിയുടെ ഒരു ഇൻഫ്ലുവൻസ് എന്നുള്ള ആ ഒരു എയിം വെച്ചിട്ടാണ് അവര് ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത്? വേ സൊസൈറ്റി ഈസ് ഓർഗനൈസ്ഡ് അറൌണ്ട് ദ റെഗുലേറ്റഡ് വേസ് പീപ്പിൾ ഇന്റർ റിലേറ്റഡ്. അതായത് ജനങ്ങൾ തമ്മിൽ എങ്ങനെ ഇന്റർ റിലേറ്റഡ് ആയിട്ടുണ്ട് എന്ന ആ ഒരു പെർസെപ്ഷനെ റെഗുലേറ്റ് ചെയ്യുന്നതിന്റെ എന്താ പറയാ ഒരു ചുറ്റുപാടിൽ എങ്ങനെ നമ്മുടെ സൊസൈറ്റി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്, ആൻഡ് ഓൾസോ ഓർഗനൈസ് സോഷ്യൽ ലൈഫ്. ആൻഡ് ഈ ഒരു ഓർഗനൈസ്ഡ് സോഷ്യൽ ലൈഫിനെ സോഷ്യോളജിയിൽ വിളിക്കുന്ന നെയിം എന്ത് എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഇപ്പോ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്? സോഷ്യൽ പ്രോസസ്സസ് എന്ന് കൊടുത്തിട്ടുണ്ട്, സോഷ്യൽ സ്ട്രക്ചർ എന്ന് കൊടുത്തിട്ടുണ്ട്, സോഷ്യൽ മൊബിലിറ്റി എന്നും കൊടുത്തിട്ടുണ്ട്, ഫൈനലി സോഷ്യൽ ഇന്ററാക്ഷൻ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോ ഈ ഒരു ഡെഫിനിഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ സ്ട്രക്ചർ എന്നാണ് നമ്മുടെ ആൻസർ വരാം. സോഷ്യൽ സ്ട്രക്ചർ എന്നുള്ള ആ ഒരു ടേമിന്റെ ഡെഫിനിഷൻ തന്നെയാണ് the way society is organized around the regulated ways people interrelate and organize social life is known as social structure. അത് നമുക്ക് ബൈ ഹാർട്ട് തന്നെ പഠിക്കാം. Social structure refers to the organized pattern of social relationships and institutions that compose society. അതായത് ഈ ഒരു കുറച്ചും കൂടെ ഒരു ബ്രോഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആയിട്ട് സോഷ്യൽ സ്ട്രക്ചറിൽ പറയുന്നത്, സോഷ്യൽ സ്ട്രക്ചർ റെഫർ ചെയ്യുന്നത് എന്തിനേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ റിലേഷൻഷിപ്സും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും എങ്ങനെ ഒരു സൊസൈറ്റിനെ കമ്പോസ് ചെയ്യുന്നു, ആൻഡ് ഓൾസോ ഈ റിലേഷൻഷിപ്സിന്റെ കുറച്ച് ഓർഗനൈസ്ഡ് പാറ്റേൺ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് നമ്മളുടെ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ, ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് positivism to sociology? I hope the same question like this I have also mentioned, I think, in some of your practice questions. MPH related ആയിട്ടുള്ള കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കൊടുത്തതിൽ ഈ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, ഈ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ടു ബി ഹോണസ്റ്റ് ഈ ഒരു പേപ്പറിൽ നിന്നും ഞാൻ എടുത്തതല്ല.
ലൈക്ക് ഞാൻ ജനറലി ഇട്ട ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു, ഐ മീൻ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, പക്ഷേ CUET-യുടെ 2024 ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ഒരുപാട് കോമൺ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു ഇമ്പോർട്ടൻസിൽ തന്നെ അത് നോക്കാം. അപ്പൊ ഇത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സോഷ്യോളജിയുടെ അല്ലെങ്കിൽ സോഷ്യോളജിയിൽ പോസിറ്റിവിസം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോൺസെപ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഫിലോസഫർ ആര് അല്ലെങ്കിൽ വ്യക്തിത്വം ആര് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോ അതില് ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ളത് അരിസ്റ്റോട്ടിൽ. നമുക്കറിയാം അരിസ്റ്റോട്ടിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ഫിലോസഫർ. പിന്നെ കൊടുത്തിട്ടുള്ളതാണ് അഗസ്റ്റേ കോംറ്റെ, ജിയോർജ് റിറ്റ്സർ ആൻഡ് കാൾ മാക്സ്. പക്ഷെ ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? അഗസ്റ്റേ കോംറ്റെ ആണ് എന്ത് ഈ ഒരു പോസിറ്റിവിസം എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് സോഷ്യോളജിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. Auguste Comte introduced positivism, which advocates using scientific methods to study society. അഗസ്റ്റേ കോംറ്റെ ഈ ഒരു പോസിറ്റിവിസം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സയന്റിഫിക് മെത്തേഡ്സിനെ സൊസൈറ്റിയുടെ പഠനത്തിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു, അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ഒരു ഇൻട്രൊഡക്ഷൻ വഴിയാണ് അഗസ്റ്റേ കോംറ്റെ ഈ ഒരു പോസിറ്റിവിസം നമ്മുടെ സോഷ്യോളജിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു ദ സോഷ്യൽ കോൺഫ്ലിക്റ്റ് മോഡൽ, ഡാഷ് ഈസ് ദ വേ ഇൻ വിച്ച് ചേഞ്ചസ് ഒക്കർ ഇൻ എ സൊസൈറ്റി. അതായത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മോഡൽ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആ മോഡലിന്റെ നെയിമാണ് സോഷ്യൽ കോൺഫ്ലിക്റ്റ് മോഡൽ. എന്താണ് സോഷ്യൽ കോൺഫ്ലിക്റ്റ് മോഡൽ? അപ്പൊ ഇവര് പറയുന്നത് ഈ സോഷ്യൽ കോൺഫ്ലിക്റ്റ് മോഡലിനെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ കോൺഫ്ലിക്റ്റ് മോഡലിന്റെ ബേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്തോ ഒരു കാര്യത്തെ നമ്മൾ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ നടക്കുന്ന മാറ്റങ്ങളെ നമ്മൾ വിളിക്കുന്ന ഒരു നെയിം ഉണ്ട്. ആ നെയിം എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസിൽ നമുക്ക് കാണാം റീഡിഫൈനിങ് ദ സിറ്റുവേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്, പ്രൊമോട്ടിംഗ് സിംബോളിക് ഇന്ററാക്ഷൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്, റെവല്യൂഷൻസ് എന്നും കൊടുത്തിട്ടുണ്ട്, ഫൈനലി ഇംപ്ലിമെന്റ് ടൈറ്റ് ലീഗൽ മെഷേഴ്സ് എന്നും കൊടുത്തിട്ടുണ്ട്. പക്ഷെ സിംപ്ലി നമുക്ക് ഇവിടെ പറയാനുള്ള ആൻസർ എന്ന് പറയുന്നത് റെവല്യൂഷൻസ് എന്നായിരിക്കും. According to the social conflict model, societal changes occur through conflict and revolution, particularly between social classes. അതായത് സോഷ്യൽ കോൺഫ്ലിക്ട് മോഡലിന്റെ ബേസിൽ അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ കോൺഫ്ലിക്ട് മോഡലിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യലി ഉള്ള ഡിഫറെന്റ് ക്ലാസ്സസ് തമ്മിലുള്ള കോൺഫ്ലിക്ട്, അതും റിലേറ്റഡ് ആയിട്ടുള്ള റെവല്യൂഷൻ കാരണം സൊസൈറ്റിയിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നു. ഈ ഒരു കാര്യത്തെയാണ് സോഷ്യൽ കോൺഫ്ലിക്ട് മോഡൽ എന്ന് അത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യനിൽ കൊടുത്ത കാര്യങ്ങൾ അതുപോലെ തന്നെ ബൈഹാർട്ട് പഠിക്കുക എന്നല്ലാതെ, നമ്മൾ ഫോർ എക്സാമ്പിൾ ഇവിടെ എന്ത് ചോദിച്ചു, സോഷ്യൽ കോൺഫ്ലിക്ട് മോഡലിന്റെ ഈ ഒരു ഒക്കെ സൊസൈറ്റിയിൽ നടക്കുന്ന ചേഞ്ചസിനെ എന്താണ് നമ്മൾ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സോഷ്യൽ കോൺഫ്ലിക്ട് മോഡൽ എന്താണ് എന്നുള്ളതും അതിനെപ്പറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇറങ്ങി ചെന്ന് പഠിക്കണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ സോഷ്യൽ പ്രോസസ്സസ്, സോഷ്യൽ സ്ട്രക്ചർ, സോഷ്യൽ മൊബിലിറ്റി, സോഷ്യൽ ഇന്ററാക്ഷൻ പോലെയുള്ള 4 ടേംസ് അവർ കൊടുത്തിട്ടുണ്ട്. ഈ 4 ടേംസിന് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കണം. കാരണം പ്രോബബ്ലി മേ ബി ചോദിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് നെക്സ്റ്റ്, അല്ലെങ്കിൽ ഈ കമ്മിങ് CUET എക്സാമിൽ മേ ബി ചോദിക്കുന്നത് സോഷ്യൽ സ്ട്രക്ചറിന് പകരം സോഷ്യൽ പ്രോസസ്സസ് എന്താണ് എന്നായിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മൊബിലിറ്റിനെ പറ്റിയായിരിക്കാം, മേ ബി സോഷ്യൽ ഇന്ററാക്ഷനെ പറ്റിയായിരിക്കാം, മേ ബി ഇതിനെ പറ്റി ഒന്നും ചോദിക്കൂല. വി ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്. സോ നമുക്ക് ചെയ്യാനുള്ളത് മാക്സിമം ഇതുപോലെ കവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതിലേക്ക് പോവാം. അറേഞ്ച് ദ ഫോളോയിങ് സോഷ്യോളജിക്കൽ ഡെവലപ്മെന്റ്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ, ഓൾഡസ്റ്റ് ടു ദ മോസ്റ്റ് റീസെന്റ്. താഴെ കൊടുത്തിട്ടുള്ള 4 ഓപ്ഷൻ അല്ലെങ്കിൽ 4 ഓപ്ഷനിൽ അല്ലെങ്കിൽ 4 ഇവന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ 4 തിയറീസ്, എന്ത് നമുക്ക് പറയാം, 4 ഫിനോമിനൻസോ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റും. ഈ 4 തിയറീസും സോഷ്യോളജിക്കൽ ഡെവലപ്മെന്റിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് വഹിച്ച 4 എന്താണ് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ 4
തിയറീസ് ആണ് നമുക്ക് പറയാം, 4 ഐഡിയോളജീസ് ആണ് നമുക്ക് പറയാൻ പറ്റും. അപ്പോ ഈ ഐഡിയോളജീസിന് അവരുടെ ക്രോണോളജിക്കൽ ഓർഡർ, അതായത് ഏറ്റവും ഓൾഡസ്റ്റ് വൺ ഏതാണോ അത് തൊട്ട് ഏറ്റവും മോസ്റ്റ് റീസെന്റ് ആയിട്ടുള്ളത് ഏതാണോ എന്നുള്ള ആ ഒരു ഓർഡറിൽ നമ്മളോട് അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. ഏതൊക്കെയാണ് ആ സോഷ്യോളജിക്കൽ ഡെവലപ്മെന്റ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള ആ തിയറീസ്? സോഷ്യൽ കോൺഫ്ലിക്റ്റ് തിയറി എ പറയുന്നുണ്ട്, ബി പറയുന്നത് പോസിറ്റിവിസം, സി പറയുന്നത് മൾട്ടികൾച്ചറൽ പെർസ്പെക്റ്റീവ് ആൻഡ് ദ ഫൈനൽ വൺ ഈസ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം. ഇങ്ങനെയുള്ള 4 കാര്യങ്ങളാണ് നമ്മുടെ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളോട് പറയുന്നത് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ക്രോണോളജിക്കൽ ഓർഡറിൽ ഇവർ മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിൽ ആൻസർ ശരിക്കും വരുന്നത് എന്താണ്? ഡി, ബി, എ, സി. അതായത് ഫസ്റ്റ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സോഷ്യൽ ഡെവലപ്മെന്റൽ റോള് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. അതിനുശേഷമാണ് പോസിറ്റിവിസം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് വന്നത്. നമുക്ക് അല്ലെങ്കിൽ മോർ സ്പെസിഫിക് എന്ത് പറയാൻ പറ്റും? അഗസ്റ്റേ കോംറ്റെ is the one who introduced this theorem or ideology of positivism എന്ന് നമുക്ക് പറയാൻ പറ്റും. Then a social conflict theory, we already discussed what is social conflict theory, and also നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓരോ തിയറി അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഐഡിയോളജീസിന് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങൾ, ഇൻഡിവിജ്വൽസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ പഠിച്ചു വെക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. കാരണം ഏതാണ് എന്താണ് ചോദിക്കുക എന്നുള്ളത് നമുക്കറിയില്ല. ആൻഡ് ഫൈനൽ വൺ ആണ് എന്ത് വരുന്നത്? ഈ സി ഓപ്ഷൻ, മൾട്ടി കൾച്ചറൽ പെർസ്പെക്റ്റീവ് എന്നുള്ളതാണ് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തിയറി അല്ലെങ്കിൽ ഐഡിയോളജി അല്ലെങ്കിൽ പെർസ്പെക്ഷൻ അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്നത് ഡെവലപ്ഡ് ഡ്യൂറിംഗ് ലേറ്റ് 19th ആൻഡ് ഏർലി 20th സെഞ്ചുറീസ് ടു അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് കൊഹിഷൻ. ഒരു സൊസൈറ്റിയിലുള്ള സ്റ്റെബിലിറ്റി ആൻഡ് കൊഹിഷൻ പോലെയുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ലേറ്റ് 19th ആൻഡ് ഏർലി 20th സെഞ്ചുറീസിലാണ് ഈ ഒരു സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയോളജി തന്നെ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. Then after that, we already discussed that positivism was introduced by Auguste Comte, which was in the early 19th century. And ഈ ഒരു പോസിറ്റിവിസം വഴി എന്താണ് അവര് ഫോക്കസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ സയന്റിഫിക് ഒബ്സർവേഷൻ ആൻഡ് എംപിരിക്കൽ ഡാറ്റ. സൊസൈറ്റിയുടെ ആ ഒരു മെയിൻ്റെനൻസിൽ നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള സയന്റിഫിക് ഒബ്സർവേഷനും എംപിരിക്കൽ ഡാറ്റാസും ഉണ്ട് എന്നുള്ള കാര്യങ്ങളായിരുന്നു. ദെൻ സോഷ്യൽ കോൺഫ്ലിക്ട് തിയറി എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കോൺട്രിബ്യൂട്ടേഴ്സിലേക്ക് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻസിലേക്ക് വരുമ്പോൾ കാൾ മാർക്സിൽ നിന്നും എല്ലാം കുറച്ച് ഐഡിയോളജീസ് അവർ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ആൻഡ് ഫൈനലി മൾട്ടി കൾച്ചറൽ പെർസ്പെക്റ്റീവ്. അതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് റെഫറൻസ് പോലെ റീഡ് ചെയ്ത് നോക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ പറയുന്നത് എ ഗ്രൂപ്പ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതിൽ ഏതെല്ലാം ഫീച്ചേഴ്സ് അടങ്ങിയാലാണ് നമുക്ക് ഒരു കാര്യത്തെ ഒരു ഗ്രൂപ്പ് എന്ന് വിളിക്കാം എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇന്ററാക്ട് റെഗുലർലി ഓർ ഓഫ്റ്റൺ, എപ്പോഴും ഇന്ററാക്ട് ചെയ്യേണ്ടതുണ്ട്. ഹാവ് സം ഷെയർഡ് ഇൻട്രസ്റ്റ്, അത് തമ്മിൽ എന്തെങ്കിലും ഒരു ഷെയർഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവണം. ഡെവലപ്പ് സം സെൻസ് ഓഫ് ബിലോങ്ങിനെസ്, അതായത് എല്ലാവരും പരസ്പരം ഉള്ള ആളുകളാണ് എന്നുള്ള ആ ഒരു സെൻസ് അല്ലെങ്കിൽ ഒരു തോട്ട് അല്ലെങ്കിൽ ഒരു സെൽഫ് അവയർനെസ് അവർക്ക് വേണം. ആൻഡ് ദ ഫൈനൽ വൺ ഈസ് ഓൾവേസ് ലിവ് ഇൻ സെയിം ജിയോഗ്രഫിക്കൽ ഏരിയ, അവരെപ്പോഴും ഒരു സിംഗിൾ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ ഒക്യുപ്പൈ ചെയ്തിട്ടുള്ളവരുമാകണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ തന്നിട്ടുള്ള 4 കാര്യങ്ങളിൽ നിന്നും ഏതൊക്കെ ആയിരിക്കും കറക്റ്റ് ആയിട്ട് ഈ ഗ്രൂപ്പിനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നതാണ്. അപ്പോൾ ആൻസർ കൊടുത്തിട്ടുള്ളതാണ് എ, ബി ആൻഡ് സി. അതായത് എപ്പോഴും ഇന്ററാക്ട് ചെയ്യുന്ന, എല്ലാവരും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻട്രസ്റ്റ് കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന, ആൻഡ് ഓൾസോ എന്താണ് എല്ലാവരും ഒരുമിച്ചാണ് അല്ലെങ്കിൽ എല്ലാവരും ഒന്നാണ് എന്നുള്ള ആ ഒരു സെൽഫ് അവയർനെസ് അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെയാണ് നമുക്കൊരു ഗ്രൂപ്പ് എന്ന് സിംപ്ലി വിളിക്കാൻ പറ്റുന്നത്. ഓക്കെ, പക്ഷെ അവരെപ്പോഴും സെയിം ജിയോഗ്രഫിക്കൽ ഏരിയയിൽ തന്നെ ലൊക്കേറ്റഡ് ആവണം എന്നില്ല. അപ്പോൾ അതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സിക്സ്ത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 1 കൊടുത്തിട്ടുള്ളത് ഗ്രോത്ത്, ഡെവലപ്മെന്റ്, എവല്യൂഷൻ ആൻഡ് മെച്ചുറേഷൻ എന്നും ലിസ്റ്റ്
ടൂല് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ റോള് എന്ന് പറയുന്നത് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കിയാൽ ആൻസറിൽ പറയുന്നത് ഏതാണ്? ഗ്രോത്ത് കണക്ട് ആക്കിയിട്ടുള്ളത് എന്തുമായിട്ടാണ്? The changes that follow an orderly sequence and largely dictated by the genetic blueprint. ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ഓർഡർലി സീക്വൻസ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ആൻഡ് ഓൾസോ അവരുടെ ജനറ്റിക് ബ്ലൂ പ്രിന്റുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതായിരിക്കും ആ ഗ്രോത്ത് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഡെവലപ്മെന്റ് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് അവർ പറയുന്നത് ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് ദ ബോഡി പാർട്സ് ഓഫ് ദി ഓർഗാനിസം. നമ്മുടെ ബോഡി പാർട്സ് നമ്മുടെ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിൽ ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിൽ ഒരു ഇൻക്രീസ് ഇൻ സൈസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഡെവലപ്മെന്റ് എന്ന് പറയാൻ പറ്റും. എവല്യൂഷൻ ആയിരിക്കട്ടെ ദ പ്രോസസ് ബൈ വിച്ച് ഇൻഡിവിജ്വൽ ഗ്രോസ് ആൻഡ് ചേഞ്ചസ് ത്രൂ ഔട്ട് ദ ലൈഫ് സൈക്കിൾ. ഒരു ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിളിൽ മുഴുവനായിട്ടും അല്ലെങ്കിൽ അതിന്റെ ലൈഫ് സൈക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ത്രൂ ഔട്ട് ലൈഫ് സൈക്കിൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഗ്രോ ചെയ്തിട്ടുണ്ട്, അവർക്ക് ചില ചേഞ്ചസും വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ അവരെ എവല്യൂഷൻ എന്നും വിളിക്കുന്നത്. ആൻഡ് ഫൈനലി മെച്ചുറേഷൻ എന്ന് പറയുന്നത് സ്പീഷീസ് സ്പെസിഫിക് ചേഞ്ചസ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. എന്താണ്? ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ സ്പീഷീസിന് സ്പെസിഫിക് ആയിട്ട് വരുന്ന ചേഞ്ചസിനെയാണ് മെച്ചുറേഷൻ എന്നും പറയുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഈസിലി മാച്ച് ചെയ്യാനാണ് ഈ ഒരു 6th ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 7th ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ സൈക്കോളജിയിൽ ഡാഷ് ഈസ് റെഫേഴ്സ് ടു റിയാക്ടിങ് ടു അനദർ പേഴ്സൺസ് ഫീലിംഗ്സ് വിത്ത് ആൻ ഇമോഷണൽ റെസ്പോൺസ് ദാറ്റ് ഈസ് സിമിലർ ടു ദ ഓൺ ഫീലിംഗ്സ്. അതായത് ഇപ്പൊ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഫ്രണ്ടിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇഷ്യൂസ് ഫേസ് ചെയ്യുമ്പോൾ ആ ഫ്രണ്ടിന് എങ്ങനെയാണോ ഫീൽ ചെയ്യുന്ന ആ ഒരു ഇമോഷണൽ ഇക്വാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ സ്റ്റാൻസ് വെച്ചിട്ട് തന്നെ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണ് എങ്ങനെയായിരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കുക, അതേ ഒരു ലെവലിൽ തന്നെ നമ്മൾ ആ ഒരു ഇമോഷണൽ റെസ്പോൺസ് അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൈക്കോളജിയിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. സിമ്പതി എന്ന് കൊടുത്തിട്ടുണ്ട്, എംപതി എന്ന് കൊടുത്തിട്ടുണ്ട്, ഹോപ്പിംഗ് എന്നും ഫൈനലി റീ അഷ്വറിംഗ് എന്നും കൊടുത്തിട്ടുണ്ട്. ഇതിലെ കറക്റ്റ് ആൻസർ വരല് എന്തായിരിക്കും? എംപതി ആയിരിക്കും. കാരണം എംപതി ഈസ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഷെയർ അനദർ പേഴ്സൺസ് ഇമോഷൻസ്. എംപതി എന്ന് കൊണ്ട് ഉദ്ദേശിച്ചത് സിമ്പിളി എന്താണ്? ഡെഫിനിഷൻ എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിത്വത്തിന്റെ ഇമോഷനെ മനസ്സിലാക്കി അതിനെ ഷെയർ ചെയ്യുക എന്നുള്ള ആ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് എംപതി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 7 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? സക്സസ്ഫുള്ളി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി 8th വണ്ണിലേക്ക് പോയി നോക്കാം. 8th വൺ എന്ന് പറയുന്നതും മാച്ച് ദ ഫോളോയിങ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ലിസ്റ്റ് 1ൽ ആൻ ഓവർ ജനറലൈസ്ഡ് ആൻഡ് അൺവേരിഫൈഡ് പ്രോട്ടോടൈപ്പ് അബൌട്ട് എ പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈക്കോ തെറാപ്പി, സ്റ്റീരിയോ ടൈപ്പ്, ഹ്യൂമാനിസ്റ്റിക് തെറാപ്പി, ട്രെറ്റ്, കുറച്ചും കൂടെ എന്താ പറയാ നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ പോലെയുള്ള കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവരുടെ മാച്ചിങ് എന്ന് പറയുന്നത് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത് സ്റ്റീരിയോ ടൈപ്പിന്റെ ഡെഫിനേഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ആണ് എന്ത്? ആൻ ഓവർ ജനറലൈസ്ഡ് ആൻഡ് അൺവേരിഫൈഡ് പ്രോട്ടോടൈപ്പ് അബൌട്ട് എ പെർട്ടിക്കുലർ ഗ്രൂപ്പ്. ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ പറ്റിയുള്ള ഓവർ ജനറലൈസ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു അൺവെരിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടോടൈപ്പിനെയാണ് നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് സൈക്കോതെറാപ്പി എന്ന് പറയുമ്പോൾ ഇത് യൂസ് ഓഫ് എനി സൈക്കോളജിക്കൽ ടെക്നിക് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് മെന്റൽ ഓർ സൈക്കോളജിക്കൽ ഡിസോർഡർ ഓർ മാൽ അഡ്ജസ്റ്റ്മെന്റ്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സൈക്കോളജിക്കൽ ഡിസോർഡർ സച്ച് ആസ് ഡിപ്രഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മെന്റൽ ഇഷ്യൂസ് ലൈക്ക് ഷിസോഫ്രീനിയ ഓർ അൽഷിമേഴ്സ് ഡിസീസ് ഓർ എപ്പിലെപ്സി, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള എപ്പിലെപ്സി മെന്റൽ ഡിസോർഡേഴ്സ് നമുക്ക് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള മെന്റൽ ഓർ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഡിസോർഡർ ഉണ്ട് എന്നുണ്ടെങ്കിൽ
അതിനെ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ആണ്, അല്ലെങ്കിൽ ആ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ചെയ്യുന്ന ടെക്നിക്കിനെ പറയുന്ന പേരാണ് എന്ത്, സൈക്കോ തെറാപ്പി എന്ന് പറയുന്നത്. ഇനി ഹ്യൂമാനിസ്റ്റിക് തെറാപ്പി എന്ന് പറയുമ്പോൾ എ തെറാപ്പി ഇൻ വിച്ച് ദ അണ്ടർലൈങ് അസംഷൻ ഈസ് ദാറ്റ് പീപ്പിൾ ഹാവ് കൺട്രോൾ ഓവർ ദെയർ ബിഹേവിയർ ക്യാൻ മേക്ക് ചോയ്സസ് അബൌട്ട് ദെയർ ലൈഫ്. ഹ്യൂമാനിസ്റ്റിക് തെറാപ്പി എന്ന് പറയുമ്പോൾ ഈ ഒരു ഹ്യൂമാനിസ്റ്റിക് തെറാപ്പിന്റെ അസംഷൻ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അവരുടെ ബിഹേവിയറിന്റെ മുകളിൽ ഒരു കൺട്രോൾ കൊടുക്കുക ആൻഡ് അതിലൂടെ നല്ല റൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റൈറ്റ് ഡിസിഷൻസ് എടുക്കാനുള്ള അല്ലെങ്കിൽ റൈറ്റ് ചോയ്സ് ഉണ്ടാക്കാനുള്ള ആ ഒരു എബിലിറ്റിനെ അവർക്ക് കൊടുക്കുക എന്നുള്ളതിനെയാണ് ഹ്യൂമാനിസ്റ്റിക് തെറാപ്പി എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ട്രെയ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്, എ റിലേറ്റീവ്ലി പെർസിസ്റ്റന്റ് ആൻഡ് കൺസിസ്റ്റന്റ് ബിഹേവിയർ പാറ്റേൺ മാനിഫെസ്റ്റഡ് ഇൻ വേരിയസ് സർക്കംസ്റ്റാൻസസ്. ഒരു ആളുടെ ലൈഫില് ഡിഫറെന്റ് സർക്കംസ്റ്റാൻസസിൽ അവര് കാണിക്കുന്ന പെർസിസ്റ്റന്റ് ആൻഡ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ബിഹേവിയർ പാറ്റേണിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ട്രെയ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ, ഒരുപാട് 4 ടേംസ്, പുതിയ ടേംസും അതിന്റെ ഡെഫിനിഷൻസും അവരോട് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത്രയും ഈ ഒരു ലെവലിലാണ് ഓരോ എന്താ പറയാ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസും ഈവൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി 9th വണ്ണിലേക്ക് നോക്കാം. 9th വണ്ണില് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, സിഗ്മണ്ട് ഫ്രീഡ് പ്രപ്പോസ്ഡ് 3 പാർട്സ് ഓഫ് പേഴ്സണാലിറ്റി ആസ്. അതായത് സിഗ്മണ്ട് ഫ്രീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് പേഴ്സണാലിറ്റിന്റെ 3 ഭാഗത്തെ ഏത് തരത്തിലാണ് പ്രപ്പോസ് ചെയ്തത് എന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കാം. ഈഡ്, ഈഗോ, സൂപ്പർ ഈഗോ. രണ്ടാമത്തെ കൊടുത്തത് സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്, കോൺഷ്യസ്. തേർഡ് വൺ കൊടുത്തുള്ളത് ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, കോംപ്ലക്സ്. ആൻഡ് ഫൈനൽ വൺ ഈസ് എമോഷണൽ, കോഗ്നിറ്റീവ് ആൻഡ് അഫക്റ്റീവ്. പക്ഷേ ഇതില് സിഗ്മണ്ട് ഫ്രീഡ് പ്രപ്പോസ് ചെയ്തത് ID, ഈഗോ, സൂപ്പർ ഈഗോ എന്നുള്ള കാര്യങ്ങളായിരുന്നു. ID അല്ലെങ്കിൽ ID കൊണ്ട് ഇവർ ഉദ്ദേശിച്ചത് എന്തായിരുന്നു, ഇൻസ്റ്റിങ്സ്, നമ്മുടെ പേഴ്സണൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്താണ് എന്നുള്ളതും, ഈഗോ എന്ന് പറയുന്നത് എന്താണ് റിയാലിറ്റി എന്നുള്ളതും, സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ മൊറാലിറ്റി എന്ത് എന്നുള്ളതുമായിരുന്നു. 10th ക്വസ്റ്റിനിലേക്ക് വരുമ്പോൾ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻസ്. കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്, അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസിനെ സെലക്ട് ചെയ്യാനാണ് ഇവർ പറയുന്നത്. എന്താണ്, പ്രോട്ടീൻസ് ആർ മെയ്ഡ് ഓഫ് അമൈനോ ആസിഡ്സ്. പ്രോട്ടീൻസ് ഉണ്ടാക്കിയിട്ടുള്ളത് അമൈനോ ആസിഡ്സ് കൊണ്ടാണ് എന്നുള്ളത് പറയുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അറിയേണ്ട ഒരു കാര്യമാണ്, പ്രോട്ടീൻസിന്റെ മോണോമേഴ്സ് എന്ന് പറയുന്നത് അമൈനോ ആസിഡ്സ് ആണ്. അതറിയില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളുടെ പഠനം കിറ്റ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട് എന്നുള്ളതുമാണ്. ജസ്റ്റ് സർക്കാസമായിട്ട് പറഞ്ഞതാണ്, സീരിയസ് ആയിട്ടൊന്നും ആരും എടുക്കണ്ട. എന്ത് ചെയ്യണം, ഇത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. ബിയിൽ പറയുന്നത് എസെൻഷ്യൽ അമൈനോ ആസിഡ്സ് ആർ ദോസ് ദാറ്റ് ദ ബോഡി കനോട്ട് സിന്തസൈസ് ഇൻ ദ റിക്വയർഡ് അമൗണ്ട്സ്. എസെൻഷ്യൽ അമൈനോ ആസിഡ്സ് എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് അമൈനോ ആസിഡ്സ് ആണ്. ദേ കനോട്ട് സിന്തസൈസ് ഇൻ ദ റിക്വയർഡ് അമൗണ്ട്സ്. നമ്മുടെ ബോഡിക്ക് ആ ഒരു അമൈനോ ആസിഡിനെ സിന്തസൈസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ അതിനെ എസെൻഷ്യൽ അമൈനോ ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. ശരിയല്ലേ? എസെൻഷ്യൽ അമൈനോ ആസിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി സിന്തസൈസ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഭക്ഷണത്തിൽ അത് എസെൻഷ്യൽ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന് എസെൻഷ്യൽ അമൈനോ ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിൽ എയും കറക്റ്റ് ആണ്, ബിയും കറക്റ്റ് ആണ്. സി എന്താ നോക്കാം. The mid-day meal program of the government of India exclusively targets beggars, street vendors, etc. ഇന്ത്യൻ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രോഗ്രാം, മിഡ് ഡേ മീൽ പ്രോഗ്രാം, അത് എക്സ്ക്ലൂസീവ്ലി ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബെഗേഴ്സിനെയും സ്ട്രീറ്റ് വെൻഡേഴ്സിനെയും ഫോക്കസ് ചെയ്തിട്ടായിരുന്നു എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഫൈനൽ വൺ, ഡി ഓപ്ഷൻ പറയുന്നത് the ICDS scheme of the government of India predominantly supports the nutritional requirement of 0 to 6 years children in the country. ജനിച്ച കുട്ടികൾ മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ന്യൂട്രീഷണൽ റിക്വയർമെന്റിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു എയിമോട് കൂടെ
ഇംപ്ലിമെന്റ് ചെയ്തതായിരുന്നു ICDS സ്കീം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, അതായത് എ, ബി ആൻഡ് ഡി. പ്രോട്ടീൻസ് ആർ മെയ്ഡ് ഓഫ് അമൈനോ ആസിഡ്സ് എന്നുള്ളത് കറക്റ്റ് ആണ്. എസെൻഷ്യൽ അമൈനോ ആസിഡ്സിന്റെ കേസും കറക്റ്റ് ആണ്. ആൻഡ് ഓൾസോ ദി ICDS സ്കീമിന്റെ പോയിന്റും കറക്റ്റ് ആണ്. പക്ഷെ മിഡ് ഡേ മീൽ പ്രോഗ്രാം ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റോങ് ആയിരുന്നു. അതെന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫർദർ ആയിട്ട് ഡിഫറെന്റ് സോഴ്സസിൽ നിങ്ങൾക്ക് നോക്കാം. ഇതിലും പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഡസ് നോട്ട് എക്സ്ക്ലൂസീവ്ലി ടാർഗറ്റ് ബെഗേഴ്സ് ഓർ സ്ട്രീറ്റ് വെൻഡേഴ്സ്. അത് അവർ എക്സ്ക്ലൂസീവ്ലി ബെഗേഴ്സിനെയും സ്ട്രീറ്റ് വെൻഡേഴ്സിനും മാത്രം ഫോക്കസ് ചെയ്തിട്ടില്ല എന്നാണ് ഈ ഒരു എക്സ്പ്ലനേഷനിലായിട്ട് നമുക്ക് പറയുന്നത്. 11th ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, ന്യൂട്രീഷണൽ policy was announced in dash and improving the purchasing power for the urban and rural poor was mentioned as in dash. അത് ഈ ഒരു പോളിസി ഇറക്കിയിട്ടുള്ള ഇയർ ഏത് എന്നുള്ളതും അതുപോലെ തന്നെ ആ ഒരു എന്താ പറയാ അർബന്റെയും റൂറൽ പുവറിന്റെയും പർച്ചേസിംഗ് പവറിനെ മെൻഷൻ ആക്കിയിട്ടുള്ള ടേമും എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ആൻസർ എന്താണ്, 1993 ഈ ഒരു പോളിസി എന്ത് ചെയ്തിട്ടുള്ളത്, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അവിടെ മെൻഷൻ ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് ഇൻഡയറക്ട് പോളിസി ഇൻസ്ട്രുമെന്റ്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പോളിസി ഇൻസ്ട്രുമെന്റ് എന്നുള്ളതാണ് അതിനെ പറയുന്നത്. നാഷണൽ ന്യൂട്രീഷൻ പോളിസി aimed improve the purchasing power of the poor as an indirect policy measure. നാഷണൽ ന്യൂട്രീഷൻ പോളിസി ലക്ഷ്യം വെച്ചത് എന്തായിരുന്നു, പുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങളുടെ പർച്ചേസിംഗ് പവർ ഇൻഡയറക്ട് പോളിസി മെഷറിലൂടെ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു എയിം വെച്ചിട്ട് തന്നെയായിരുന്നു. ഓക്കെ, 12th ക്വസ്റ്റ്യൻ പറയുന്നത് അറേഞ്ച് ദ ഫോളോവിങ് ഡിസൈൻസ് വിത്ത് റെസ്പെക്ട് ടു ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ഓർ കോസ് എഫക്ട് റിലേഷൻഷിപ്പ്. ഹൈപ്പോത്തസിസ് ടെസ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ കോസ് എഫക്ട് റിലേഷൻഷിപ്പിന്റെ ബേസിൽ ഈ ഡിസൈൻസിനെ അറേഞ്ച് ചെയ്യുക, ലീസ്റ്റ് ടു ഹയസ്റ്റ്, ഏറ്റവും കുറഞ്ഞത് മുതൽ ഏറ്റവും വലിയത് വരെ എന്നുള്ള ആ ഒരു ലെവലിൽ അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. അതിൽ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്, എക്സ്പെരിമെന്റൽ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്, എക്സ്പ്ലോറേറ്ററി ക്വാളിറ്റേറ്റീവ് ഡിസൈൻസ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസൈൻസ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, ഫൈനലി ക്രോസ് സെക്ഷണൽ ക്വാണ്ടിറ്റേറ്റീവ് ഡിസൈൻസ് എന്നും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കറക്റ്റ് ഓർഡർ വരുന്നത് ആൻസർ കൊടുത്തിട്ടുള്ളത് BDCA, അതായത് ഫസ്റ്റ് വരുന്നത് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് വരുന്നത് എക്സ്പ്ലോറേറ്ററി ക്വാളിറ്റേറ്റീവ് ഡിസൈൻസ് ആയിരിക്കും. ദെൻ ആ ഒരു ഓർഡറിൽ വരുന്നത് ക്രോസ് സെക്ഷണൽ ക്വാണ്ടിറ്റേറ്റീവ് ഡിസൈൻസ്, ദെൻ വരുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസൈൻസ് ആൻഡ് ഫൈനലി എക്സ്പെരിമെന്റൽ ഡിസൈൻസ്. കാരണം എക്സ്പെരിമെന്റൽ ഡിസൈൻസ് നമുക്കറിയാം ഒരു ഹൈപ്പോതെസിസ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്രൂഫാണ് നമുക്ക് തരുന്നത്, എക്സ്പെരിമെന്റൽ അല്ലെങ്കിൽ എക്സ്പെരിമെന്റ്സ് തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു എക്സ്പെരിമെന്റൽ ഡിസൈൻസ് ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ കോസ് എഫക്ട് റിലേഷൻഷിപ്പ് ടെസ്റ്റിങ്ങിന്റെ ഏറ്റവും എന്താ പറയാ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് എന്നുള്ളത് തന്നെ പറയുന്നത്. 13th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിച്ച് among the following is not a limitation of experimental designs. എക്സ്പെരിമെന്റൽ ഡിസൈൻസിന്റെ ഒരു ലിമിറ്റേഷൻ അല്ലാത്തത് ഇതിൽ ഏത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. എത്തിക്കൽ ഇഷ്യൂസ് വിത്ത് ദ പാർട്ടിസിപ്പൻസുമായിട്ടുള്ള എത്തിക്കൽ ഇഷ്യൂസ് ആണോ, സ്മോൾ സാമ്പിൾ സൈസ് സ്മോൾ ആണോ, നോൺ റെപ്രസെന്റേറ്റീവ് നേച്ചർ ഓഫ് ദ സാമ്പിൾ, ഓർ ദ എബിലിറ്റി ടു റെപ്ലിക്കേറ്റ് ദ ഫൈൻഡിങ്സിനെ റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ളതാണോ. അപ്പോ ഇതില് ഒരു എക്സ്പെരിമെന്റൽ ഡിസൈനിന്റെ ലിമിറ്റേഷൻ അല്ലാത്തത് എബിലിറ്റി ടു റെപ്ലിക്കേറ്റ് ദ ഫൈൻഡിങ്സ് ആണ്. കാരണം നമുക്കറിയാം ഒരു എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അഫ്കോഴ്സ് നമുക്ക് അതിനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും, നമുക്കതിനെ ശരി വരുത്തുന്നതിന് വേണ്ടിയിട്ട് എത്ര തവണ വേണമെങ്കിൽ അതിനെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോ ഇത് പറയുന്നത് ഈ ഒരു കാര്യം തെറ്റാണെന്നാണ്, പക്ഷെ അതാണ് ആക്ച്വലി തെറ്റ്, അത് തെറ്റാണെന്ന് പറയുന്നതാണ് തെറ്റ്. ഓക്കെ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. 14th ക്വസ്റ്റ്യൻ പറയുന്നത് ഡാഷ് ഇൻ വിച്ച് ദ റിസർച്ചർ സ്റ്റഡീസ് ആൻഡ് ഇൻഡാക്ട് കൾച്ചറൽ ഗ്രൂപ്പ് ഇൻ എ നാച്ചുറൽ സെറ്റിംഗ് ഓവർ എ പ്രൊലോങ്ഡ് പീരീഡ് ഓഫ് ടൈം
by collecting primarily observational data. അതായത് ഒരു റിസർച്ചർ ഒരു ഇൻടാക്ട് കൾച്ചറൽ ഗ്രൂപ്പിനെ അവരുടേതായിട്ടുള്ള നാച്ചുറൽ സെറ്റിങ്ങിൽ വെച്ച് തന്നെ ഒരു വലിയൊരു കാലഘട്ടത്ത് തന്നെ അല്ലെങ്കിൽ വലിയൊരു ലോങ് ആയിട്ടുള്ള ടൈമിൽ അവരെ പറ്റി പഠിക്കുക, അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസിനെ കളക്ട് ചെയ്യുക, പ്രൈമറിലി ആൻഡ് ഒബ്സർവേഷണൽ ഡാറ്റാസിനെ കളക്ട് ചെയ്തിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര് അല്ലെങ്കിൽ സ്റ്റഡീനെ പറയുന്ന പേര് എന്ത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഫിനോമിനോളജിക്കൽ റിസർച്ച് ആണോ, എക്സ്പെരിമെന്റൽ റിസർച്ച് ആണോ, എത്നോഗ്രഫി ആണോ, ഗ്രൗണ്ടഡ് അപ്രോച്ച് ആണോ? അപ്പോ ഈ ഒരു ടൈപ്പ് ഓഫ് സ്റ്റഡീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എത്നോഗ്രഫി. എത്നോഗ്രഫി ഇൻവോൾവ്സ് ലോങ് ടേം ഒബ്സർവേഷൻ ഓഫ് കൾച്ചറൽ ഗ്രൂപ്പ്സ് ഇൻ നാച്ചുറൽ സെറ്റിംഗ്സ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളത് അതിന്റെ എക്സാക്ട് ഡെഫിനിഷൻ തന്നെയായിരുന്നു. ആ ടേം കണ്ടെത്തലായിരുന്നു നമ്മളുടെ ജോബ്. 15th ക്വസ്റ്റ്യൻ നോക്കാം. Arrange the following steps in qualitative research in the order of its occurrence. അത് ക്വാളിറ്റേറ്റീവ് റിസർച്ചിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ഒക്കർ ചെയ്യുന്ന ഓർഡർ, ഏറ്റവും ഫസ്റ്റ് ഒക്കർ ചെയ്യുന്നതും ലാസ്റ്റ് ഒക്കർ ചെയ്യുന്ന ആ ഒരു ഓർഡറിൽ നമ്മൾ ഈ സ്റ്റെപ്പുകളെ അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. ഡെവലപ്പ് റാപ്പോർട്ട് വിത്ത് ദ കമ്മ്യൂണിറ്റി, ഐഡന്റിഫൈ ദ പ്രോബ്ലം, data analysis and report writing, and finally participant observation. നമ്മളുടെ PPT നമ്മൾ ഇത് കറക്റ്റ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ സെയിം സംഭവം ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിച്ചിരിക്കുകയാണ്. ഓപ്ഷൻ എന്ന് പറയുന്നത് BAD, അതായത് ഫസ്റ്റ് നമ്മൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യണം. പ്രോബ്ലം എന്താണ് എന്ന് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഇവർ പറയുന്നത് ഡെവലപ്പ് റാപ്പോർട്ട് വിത്ത് ദ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് നമ്മൾ അതിനെ അനുസരിച്ചിട്ടുള്ള റാപ്പോർട്ട് ഡെവലപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. ദെൻ അതിന് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഡാറ്റ അനാലിസിസ് നടത്തി അതിന്റെ റിപ്പോർട്ട് റൈറ്റ് ചെയ്യണം. ആ ഡാറ്റ അനലൈസ് ചെയ്ത് ഡാറ്റയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ എന്താണോ അതൊരു റിപ്പോർട്ട് പോലെ നമ്മൾ എഴുതി ഫൈനലായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മൾ റാപ്പോർട്ട് ഡെവലപ്പ് ചെയ്ത ശേഷം നമ്മൾ ചെയ്യേണ്ടത് അതിലുള്ള പാർട്ടിസിപ്പൻസിനെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. ഒബ്സർവ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡാറ്റാസിനെ നമ്മൾ അനലൈസ് ചെയ്യുക, ഇന്റർപ്രറ്റ് ചെയ്യുക, ഫൈനൽ റിപ്പോർട്ട് എഴുതുക. ഇതാണ് ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നടക്കുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്. 16th ക്വസ്റ്റ്യൻ നോക്കാം. Dash is an example of critical collaborative ethnography in which researchers conduct field research. അതായത് ഇതിൽ ഏതോ ഒന്ന് കൊളാബറേറ്റീവ് എത്നോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ബട്ട് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പൻസ് ആർ കൊളാബറേറ്റേഴ്സ് ഇൻ ദ പ്രോസസ്. പക്ഷെ ഈ ഒരു പ്രോസസ്സിൽ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പൻസ് ആണ് കൊളാബറേറ്റേഴ്സ് എന്നും സോ ആസ് ടു ഡെവലപ്പ് പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് ടു ദ പ്രോബ്ലം. അതുപോലെ ഈ ഒരു സൊല്യൂഷൻസിന് പ്രാക്ടിക്കൽ പ്രോബ്ലം ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യങ്ങളെ കാണിക്കുന്ന എക്സാമ്പിൾ ഇതിൽ ഏത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. എത്നോഗ്രഫി ആണോ, പാർട്ടിസിപ്പേറ്ററി ആക്ഷൻ റിസർച്ച് ആണോ, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് റിസർച്ച് ആണോ, ഓർ ഫിനോമിനോളജിക്കൽ റിസർച്ച് ആണോ? ഇതിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് പാർട്ടിസിപ്പേറ്ററി ആക്ഷൻ റിസർച്ച് എന്നുള്ളതാണ് ഈ ഒരു കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എത്നോഗ്രഫി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് റിസർച്ച് എന്താണെന്നുള്ളതും ഫിനോമിനോളജിക്കൽ റിസർച്ച് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ എന്താണെന്ന് പഠിച്ചു വെക്കണം. ഏതാണ് ചോദിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. അറേഞ്ച് ദ ഫോളോയിങ് ഇവന്റ്സ് ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ. ഇവരുടെ ക്രോണോളജിക്കൽ, അതായത് ഓൾഡസ്റ്റ് ടു റീസെന്റ് എന്നുള്ള നിലയ്ക്ക് ഇവരെ അറേഞ്ച് ഈ ഇവന്റ്സിനെ തന്നിട്ടുള്ള ഇവന്റ്സിനെ അറേഞ്ച് ചെയ്യാണെന്നുള്ളതാ പറയുന്നത്. എന്തൊക്കെയാണ്? ചാഡ്വിക് സാനിറ്ററി റിഫോംസ് കൊടുത്തിട്ടുണ്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് കൊടുത്തിട്ടുണ്ട്, അൽമ ആറ്റ ഡിക്ലറേഷൻ, ആൻഡ് ഫൈനലി മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് അല്ലെങ്കിൽ ഓർഡർ വരുന്നത് ACDB, അതായത് ഫസ്റ്റ് ചാഡ്വിക് സാനിറ്ററി റിഫോംസ്, അതായത് 1842 ഒരു ചാഡ്വിക് സാനിറ്ററി റിഫോംസ് എന്നുള്ള റിഫോം എന്നുള്ള ഇവന്റ് വന്നിട്ടുള്ളത്. ദെൻ അതിനുശേഷം 1978 അൽമ ആറ്റ ഡിക്ലറേഷൻ വന്നിട്ടുള്ളത്. ദെൻ 2000 വെച്ചിട്ട് നമ്മുടെ മില്ലേനിയം ഡെവലപ്മെന്റൽ ഗോൾസും
ആൻഡ് ഫൈനലി ലേറ്റസ്റ്റ് ആയിട്ട് വന്നുള്ള 2015 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസും വന്നിട്ടുണ്ട്. ഓക്കെ, എക്സ്ക്യൂസ് ഒന്ന് ചെയ്യണേ, നമുക്ക് ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് ഇടയ്ക്കൊക്കെ നമുക്ക് വെള്ളം കുടിക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ബ്രേക്ക് എടുക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. 18th ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ദ യുണീക് ഫീച്ചേഴ്സ് ഓഫ് പബ്ലിക് ഹെൽത്ത് ആർ. പബ്ലിക് ഹെൽത്തിന്റെ യുണീക് ഫീച്ചേഴ്സ് ഇതിൽ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. Focus on population, organized community effort, inputs are drawn from different disciplines, finally evidence-based approach. ഈ കാര്യങ്ങൾ ഇതുപോലെ നമ്മൾ PPT മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. PPTയും ക്ലാസ്സും നല്ല ക്ലിയർ ആയിട്ട് അറ്റൻഡ് ചെയ്ത ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. അതായത് ഈ 4 കാര്യങ്ങളും എന്താണ് പബ്ലിക് ഹെൽത്തിന്റെ യുണീക് ഫീച്ചേഴ്സ് ആണ്. ഈ പബ്ലിക് ഹെൽത്ത് ഫോക്കസ് ചെയ്യുന്നത് പോപ്പുലേഷനിലാണ്, നോട്ട് ഇൻ ദ കേസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. അതുപോലെ തന്നെ ഓർഗനൈസ്ഡ് കമ്മ്യൂണിറ്റി എഫേർട്ട് അവിടെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഡിഫറെന്റ് ഡിസിപ്ലിൻസ് എന്നുള്ള ഇൻപുട്സ് നമ്മൾ ശേഖരിക്കുന്നുണ്ട്. ആസ് വെൽ ആസ് എല്ലാം ഒരു എവിഡൻസ് ബേസ്ഡ് അപ്രോച്ച് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു മിയർ സ്പെക്കുലേഷൻ വഴിയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല അവിടെ നടക്കുന്നത്. കംപ്ലീറ്റ്ലി എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് ആണ് പബ്ലിക് ഹെൽത്തിന്റെ കേസിൽ നടക്കാറുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് വന്നിട്ട് എല്ലാവർക്കും, അതായത് ഏത് ഡിസിപ്ലിനിലുള്ള ഒരു സ്റ്റുഡന്റിനെ അല്ലെങ്കിൽ ഒരു ഹ്യൂമനെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് എയ്ഡ്സ് എന്നുള്ള ആ ഒരു ഡിസീസ് ടേമിന്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അച്ചീവ്ഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം ആണോ, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം ആണോ, അക്വയർഡ് ഇമ്മ്യൂണോ ഡിസീസ് സിൻഡ്രം ആണോ, ഓർ അച്ചീവ്ഡ് ഇമ്മ്യൂണോ ഡിക്ലൈനിങ് സിൻഡ്രോം ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നുള്ളത് പണ്ട് മുതലേ നമ്മൾ പഠിച്ചു വരുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും ഈക്വലി കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഈ ഒരു 19th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 20th ക്വസ്റ്റ്യൻ എന്താന്നുള്ളത് നോക്കാം. Arrange the following national programs in the chronological order of its launching. തന്നിട്ടുള്ള പ്രോഗ്രാംസ് ലോഞ്ച് ചെയ്തതിന്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മളോട് അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. തന്നിട്ടുള്ള നാഷണൽ പ്രോഗ്രാംസ് ഏതൊക്കെയാണ്? റിവൈസ്ഡ് നാഷണൽ ട്യൂബർകുലോസിസ് കൺട്രോൾ പ്രോഗ്രാം, നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം, RMNCH+A program, and finally National Program for Control of Blindness. അതിൽ ആൻസർ വരുന്നതാണ് ഫസ്റ്റ് ഏറ്റവും ഓൾഡസ്റ്റ് വണ് എന്ന് ഇതിൽ പറയുന്നത് നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നെസ് ആയിരുന്നു. ദെൻ ഇംപ്ലിമെന്റ് ചെയ്തതായിരുന്നു നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം. ദെൻ നമ്മുടെ റിവൈസ്ഡ് നാഷണൽ ട്യൂബർകുലോസിസ് കൺട്രോൾ പ്രോഗ്രാം വന്നു. ആൻഡ് ഫൈനലി RMNCH+A പ്രോഗ്രാം വന്നു. അവരുടെ ഇയേഴ്സ് ഒക്കെ ആണ് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. 1976 ഈ ഒരു നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നെസ് വന്നിട്ടുണ്ടായിരുന്നത്. 1982 നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ 1997 നമ്മുടെ റിവൈസ്ഡ് നാഷണൽ ട്യൂബർകുലോസിസ് കൺട്രോൾ പ്രോഗ്രാം. ആൻഡ് ഫൈനലി ഇൻ 2013 RMNCH+A പ്രോഗ്രാം നിലവിൽ വന്നു. ഈ 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. എയ്ഡ്സ് ഈസ് എ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. എയ്ഡ്സ് എന്ന് പറയുന്നത് ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് എന്നുള്ള ഒരു ഓപ്ഷൻ പറയുന്നത്. സെക്കൻഡ് ആണ് പറയുന്നത് ദ ഫസ്റ്റ് ടെസ്റ്റ് ഡൺ ഡിറ്റക്ട് എയ്ഡ്സ് ഈസ് ദ എലൈസ ടെസ്റ്റ്. എയ്ഡ്സിനെ ഫസ്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടെക്നിക് എലൈസ ടെസ്റ്റ് ആയിരുന്നു. ഈ പറയുന്നത് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച്ഡ് ദ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ഇൻ 1992. 1992 ഇന്ത്യൻ ഗവൺമെന്റ് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ലോഞ്ച് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇൻ ഇന്ത്യ ദ ഫസ്റ്റ് HIV കേസ് വാസ് ഡിറ്റക്റ്റഡ് ഇൻ 1986. 1986 ഇന്ത്യയിൽ ആദ്യത്തെ HIV കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ശരി എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഫസ്റ്റിനെ നമുക്കറിയാം, എയ്ഡ്സ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. അത്
ഒരു ഇൻഡിവിജ്വൽ നിന്ന് മറ്റൊരു ഇൻഡിവിജ്വലിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ എബിലിറ്റി ഉള്ള ഒരു ഡിസീസ് ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ഇതില് തെറ്റാണ്. പക്ഷെ ബാക്കിയുള്ള 3 ഓപ്ഷൻസും ലൈക്ക് എലൈസ യൂസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് HIV ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ 1992 നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. ആൻഡ് ഫൈനലി ഇൻ 1986 എന്ത് നടന്നു? ഫസ്റ്റ് HIV കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ടാണ് പിന്നെ 1992 ഇതുപോലുള്ള നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ഒക്കെ ലോഞ്ച് ചെയ്യേണ്ടി വന്നത്. 22 നോക്കാം. ഇത് മാച്ച് ദ ഫോളോയിങ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഒരു സൈഡിൽ ഒരുപാട് സയന്റിസ്റ്റുകളുടെ നെയിം അല്ലെങ്കിൽ ഡിസ്കവറേഴ്സിന്റെ നെയിംസ് കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ്? CEA വിൻസ്ലോ, ഗ്രോഷാൻ, ജെയിംസ് ലിൻഡ് ആൻഡ് ജോൺ സ്നോ. ജോൺ സ്നോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുവിധ ആൾക്കാരൊക്കെ എന്ത് കണ്ടിട്ടുണ്ടായിരിക്കും? നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസ് എന്ന സീരീസ് കണ്ടിട്ടുണ്ടായിരിക്കും. അതിലത്തെ കീ ക്യാരക്ടർ ആണ് ജോൺ സ്നോ. ആ നെയിം ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഓർത്ത് വെക്കാൻ പറ്റും. ലിസ്റ്റ് 2 കൊടുത്തിട്ടുള്ളത് സോഷ്യൽ മെഡിസിൻ, എ ട്രീറ്റൈസ് ഓഫ് ദ സ്കർവി, ഓൺ ദ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ കോളറ ആൻഡ് ഫൈനലി ഡെഫിനിഷൻ ഓഫ് പബ്ലിക് ഹെൽത്ത്. ഇതിൽ ഏത് സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഏത് ഡിസ്കവറർ എന്തിനെ ഡിസ്കവർ ചെയ്തു എന്നുള്ളത് ഓർഡറിൽ കൊടുക്കാനാണ് തന്നിട്ടുള്ള ഓപ്ഷനിൽ നിന്ന്. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് പബ്ലിക് ഹെൽത്ത് എന്നുള്ള ആ ഒരു ടേമിന് ഡെഫിനിഷൻ ഫസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് CEA വിൻസ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതിനുശേഷം ഗ്രോച്ചാൻ ആണ് സോഷ്യൽ മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ജെയിംസ് ലിൻഡ് കൊടുത്തിട്ടുള്ള കോൺസെപ്റ്റ് ആയിരുന്നു എ ട്രീറ്റൈസ് ഓഫ് ദ സ്കർവി എന്നുള്ളത്. ആൻഡ് ഫൈനലി ജോൺ സ്നോ ആണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഓൺ ദ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് കോളറ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഡിസ്കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ അതെല്ലാം നമുക്ക് പഠിച്ചു വെക്കാം. 23 ചോദിക്കുന്നത് ഇന്ത്യൻ റിസർച്ച് ഫണ്ട് അസോസിയേഷൻ വാസ് ലേറ്റർ നോൺ ആസ്. അതായത് ഇന്ത്യൻ റിസർച്ച് ഫണ്ട് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള IRFA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസോസിയേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത്. ആ ഒരു എന്താ പറയാ ആ ഒരു അസോസിയേഷനെ ഇപ്പോ വിളിക്കുന്ന നെയിം എന്താണ് എന്നുള്ളതാണ്. ICMR എന്നാണോ, NIMR എന്നാണോ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈജീൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്നാണോ, ഓർ ഇന്ത്യൻ റൂറൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണോ? പക്ഷെ സിംപ്ലി എന്താണ്? ICMR ആണ്. ICMR അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓർഗനൈസേഷന്റെ ഫസ്റ്റ് കാലത്തെ നെയിം എന്ന് പറയുന്നത് ഇന്ത്യൻ റിസർച്ച് ഫണ്ട് അസോസിയേഷൻ എന്നായിരുന്നു. അതിനുശേഷമാണ് അതൊരു മെഡിക്കൽ റിസർച്ചിലേക്ക് സ്പെസിഫിക് ആയിട്ട് ICMR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം വെച്ചിട്ട് നമ്മൾ അതിനെ മാറ്റിയത്. 24th വണ്ണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ഡയഗ്നോസിസ് മീൻസ് എന്താണ്? കമ്മ്യൂണിറ്റി ഡയഗ്നോസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ക്വാണ്ടിഫൈയിങ് ആൻഡ് സമ്മറൈസിങ് ദ ഇമ്പോർട്ടന്റ് ഹെൽത്ത് പ്രോബ്ലംസ് ആൻഡ് ദെയർ അസോസിയേറ്റഡ് സോഷ്യോ ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ എ കമ്മ്യൂണിറ്റി. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലം ക്വാണ്ടിഫൈ ചെയ്ത് അതിനെ സമ്മറൈസ് ചെയ്യുക ദെൻ അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള സോഷ്യോ ഡെമോഗ്രാഫിക് ക്യാരക്ടർ എന്താണെന്നുള്ളത് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് ഒന്ന് പറയുന്നുണ്ട്. സെക്കൻഡ് ആയിട്ട് പ്രയോറിറ്റി വൈസ് ലിസ്റ്റിംഗ് ഓഫ് ദ കോമൺ ഡിസീസസ് സീൻ ഇൻ എ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയിൽ പ്രസന്റ് ആയിട്ടുള്ള ഡിസീസസിനെ പ്രയോറിറ്റി ബേസിൽ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. തേർഡ് ആയിട്ട് പറയുന്നത് സമ്മറൈസിങ് ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ലിവിങ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ഇൻ എ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയിലുള്ള സ്റ്റാൻഡേർഡ്സ് ഓഫ് ലിവിങ് അതുപോലെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള സമ്മറിയും. ഫൈനലി പറയുന്നത് ഐഡന്റിഫൈയിങ് ഡിസീസ് പ്രീവാലന്റ് ഇൻ എ കമ്മ്യൂണിറ്റി ആൻഡ് റാങ്കിങ് ഇറ്റ് ആസ് പെർ ദ കമ്മ്യൂണിറ്റീസ് പ്രയോറിറ്റീസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കമ്മ്യൂണിറ്റി ഡയഗ്നോസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ഫസ്റ്റ് തന്നെയാണ്. ലൈക്ക് ക്വാണ്ടിഫൈയിങ് ആൻഡ് സമ്മറൈസിങ് ദ ഇമ്പോർട്ടന്റ് ഹെൽത്ത് പ്രോബ്ലംസ് ആൻഡ് ദെയർ അസോസിയേറ്റഡ് സോഷ്യോ ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ എ കമ്മ്യൂണിറ്റി. അപ്പോൾ ഇത് എന്താണെന്നുള്ളതൊക്കെ പഠിച്ചു വെക്കാം. എന്താണ് കമ്മ്യൂണിറ്റി ഡയഗ്നോസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഓർത്തു വെക്കാം. 25th വണ്ണ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ലിസ്റ്റ് 1 പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ച്, നാഷണൽ ഹെൽത്ത് പോളിസി,
പ്രൈമറി ലെവൽ ഓഫ് ഹെൽത്ത് കെയർ ആൻഡ് ഫൈനലി ഹെൽത്ത് ഫോർ ഓൾ ഗോൾ എന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് 2 സബ് സെന്റർ ആണ്, ഇന്റർ സെക്ടറൽ കോർഡിനേഷൻ ആണ്, 1972 ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്, അതുപോലെ 2017 ആണ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന് കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത് പ്രൈമറി ഹെൽത്ത് കെയർ അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു ഇന്റർ സെക്ടറൽ കോർഡിനേഷൻ ആയിരിക്കും. അതുപോലെ നാഷണൽ ഹെൽത്ത് പോളിസി എന്ന് പറയുന്നത് 2017 അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. പ്രൈമറി ലെവൽ ഓഫ് ഹെൽത്ത് കെയർ എന്നുള്ളത് ഒരു കൈൻഡ് ഓഫ് സബ് സെന്റർ, ഒരു സെന്ററിന്റെ കീഴിൽ ഒരു സബ് സെന്റർ ആയിട്ടാണ് പറയുന്നത്. ആൻഡ് ഹെൽത്ത് ഫോർ ഓൾ ഗോൾ, എല്ലാ ലക്ഷ്യത്തിനും വേണ്ടിയിട്ടുള്ള ഹെൽത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വന്നിട്ടുള്ളത് 1972 ആയിരുന്നു. ഓക്കെ, 26th ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statistical tests is used for a bivariate analysis when both the variables are categorical? അത് നമുക്ക് തന്നിട്ടുള്ള വേരിയബിൾസിൽ രണ്ട് വേരിയബിൾസും കാറ്റഗറിക്കൽ വേരിയബിൾസ് ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ ബൈവേരിയേറ്റ് അനലൈസിസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ടൂൾ ഏതാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അൺപെയർഡ് ടി ടെസ്റ്റ് ആണോ, പെയർഡ് ടി ടെസ്റ്റ് ആണോ, അനാലിസിസ് ഓഫ് വേരിയൻസ് അതായത് അനോവ എന്ന് പറഞ്ഞിട്ട് അനോവയാണോ, ഓർ കൈ സ്ക്വയർ ടെസ്റ്റ് ആണോ? അബ്സല്യൂട്ട്ലി ദ ആൻസർ എന്താണ്? കൈ സ്ക്വയർ ടെസ്റ്റ് ആണ്. ബൈവേരിയറ്റ് അനാലിസിസ് when both the variables are categorical ആണ് എന്നുണ്ടെങ്കിൽ ബൈവേരിയറ്റ് അനാലിസിസ് നമ്മൾ ചെയ്യുന്ന ടെക്നിക് ആണ് എന്ത്? കൈ സ്ക്വയർ ടെസ്റ്റ്. ഇനി 27th ക്വസ്റ്റ്യൻ നോക്കാം. 27th ക്വസ്റ്റ്യനിൽ പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഈസ് മോസ്റ്റ് suited for a continuous variable where data is collected before and after an intervention. അതായത് ഇതിൽ ഏത് ടെസ്റ്റ് ആണ് ഒരു ഇന്റർവെൻഷന് മുമ്പും ശേഷവും ഉള്ള ഡാറ്റിനെ പറ്റി നമുക്ക് ഡീൽ ചെയ്യുന്നതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഏതാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അൺപെയർഡ് ടി ടെസ്റ്റ് ആണോ, പെയർഡ് ടി ടെസ്റ്റ് ആണോ, കൈ സ്ക്വയർ ടെസ്റ്റ് ആണോ, ഓർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണോ എന്നുള്ളതാണ്. പെയർഡ് ടി ടെസ്റ്റ് ആയിരിക്കും എന്ത്? ഒരു ഇന്റർവെൻഷന്റെ മുമ്പും ശേഷവുമുള്ള കാര്യങ്ങളെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെക്നിക്. കൈ സ്ക്വയർ ടെസ്റ്റ് എന്തിനാണെന്നുള്ളത് നമ്മൾ നേരത്തെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തിനാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അൺപെയർഡ് ടി ടെസ്റ്റ്, പെയർഡ് ടി ടെസ്റ്റ് ഒക്കെ നമ്മൾ ആ ഒരു ബയോസ്റ്റാറ്റി ഡിസ്കസ് ചെയ്ത സെക്ഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മോർ ഈ ഒരു എന്താ പറയാ കോണ്ടെക്സ്റ്റിൽ നമുക്ക് പറയാനുള്ളത് പെയർഡ് ടി ടെസ്റ്റ് എന്നുള്ളതായിരിക്കും. ഇനി 28th ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ which of the following graphs is best suited to show the trend of events with time? അതായത് ടൈമിനനുസരിച്ച് നടക്കുന്ന ഇവന്റ്സിന്റെ ട്രെൻഡിനെ ഷോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗ്രാഫിക്കൽ വേ ഓഫ് റെപ്രസെന്റേഷൻ ഇതിൽ ഏത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. പൈ ചാർട്ട് ആണോ, സ്കാറ്റർ പ്ലോട്ട് ആണോ, ഹിസ്റ്റോഗ്രാം ആണോ, ലൈൻ ഡയഗ്രാം ആണോ? അഫ്കോഴ്സ് നമ്മുടെ കോമൺ സെൻസ് അപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലൈൻ ഡയഗ്രാം ആണ്. പൈ ചാർട്ട് എന്ന് പറയുമ്പോൾ കൂടുതലും എത്ര പെർസെന്റേജ് എന്നുള്ള ഒരു സംഭവം നോട്ട് ചെയ്യുന്നതിനായിരിക്കും. സ്കാറ്റർ പ്ലോട്ട് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷന് റിലേറ്റഡ് ആയിട്ട് ആയിരിക്കും. ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫീൽഡ് തന്നെയാണ്. ലൈൻ ഡയഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ട് നടന്ന ഇവന്റും ടൈമും വെച്ച് നമുക്ക് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് അതിനെ നോട്ട് ചെയ്യാൻ പറ്റും. 29th നോക്കുകയാണെങ്കിൽ ക്വാറന്റൈൻ ഇൻ പബ്ലിക് ഹെൽത്ത് ഇൻക്ലൂഡ്സ് ലിമിറ്റേഷൻ ഓഫ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഗ്രൂപ്സ്? ക്വാറന്റൈൻ, പബ്ലിക് ഹെൽത്തിലെ ക്വാറന്റൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂവ്മെന്റിലുള്ള ഫ്രീഡം ലിമിറ്റേഷൻ ആണ്. പക്ഷെ ഏത് ഗ്രൂപ്പിനാണ് എന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാം COVID-19 കേസിൽ നടന്ന ആ ഒരു സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഈ ഒരു ആൻസർ കിട്ടാൻ ഈസിയാണ്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പേഷ്യൻസ് കറന്റ്ലി സഫറിങ് ഫ്രം ഇൻഫെക്ഷ്യസ് ഡിസീസ്. കറന്റ്ലി ഒരു പേഷ്യന്റ് ആ ഒരു ഡിസീസ് നിന്നും അല്ലെങ്കിൽ ആ ഡിസീസിൽ നിന്നും സഫർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ
ക്വാറന്റൈനിലല്ലോ നമ്മൾ കൊടുക്കേണ്ടത്, നമുക്ക് ക്ലിനിക്കൽ ആയിട്ടുള്ള അപ്രോച്ച് ഡിസീസ് ട്രീറ്റ്മെന്റ് ആണല്ലോ കൊടുക്കേണ്ടത്. അപ്പൊ അത് അവര് ഇതിന്റെ അതിൽ വരില്ല. പേഷ്യൻസ് ഹു ഹാവ് ബീൻ ഹോസ്പിറ്റലൈസ്ഡ്, ഓൾറെഡി ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായിട്ടുള്ള ഒരു ക്വാറന്റൈൻ നമ്മൾക്ക് കൊടുക്കേണ്ട, കാരണം അവിടെ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. പിന്നെ ഹെൽത്തി ഇൻഡിവിജ്വൽസ് നോട്ട് എക്സ്പോസ്ഡ് ടു ഡിസീസ്, ഡിസീസുമായിട്ട് എക്സ്പോസ് ചെയ്യാത്ത ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം ക്വാറന്റൈൻ നിർബന്ധമല്ല. ഹെൽത്തി ഇൻഡിവിജ്വൽസ് എക്സ്പോസ്ഡ് ടു ഡിസീസ്, നമ്മുടെ COVID-19 കേസിൽ നമുക്കറിയാം എന്തായിരുന്നു, COVID-19 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് SARS-CoV-2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈറസ് ആയിരുന്നു. അപ്പോ ഈ വൈറസുമായിട്ട് നമ്മൾ എക്സ്പോഷർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത എൻറ്റിറ്റീസ് ആണ് വൈറസസ് എന്നെല്ലാം പറയുന്നത്. അപ്പോ അബ്രോഡിൽ നിന്നും ഇന്ത്യയിലേക്ക് നമ്മൾ കൊണ്ടുവന്ന നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺസിന്റെ കേസിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇവർ ഈ ഒരു വൈറസുമായിട്ട് എക്സ്പോഷർ നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കുന്നത്. അപ്പൊ അതിന്റെ കേസിലായിരുന്നു ഒരു 15 days എല്ലാവരും എന്ത് ചെയ്യുക, ക്വാറന്റൈനിൽ പോവുക എന്നുള്ള പോലെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇതെല്ലാം പബ്ലിക് ഹെൽത്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ബൈ പ്രിവെന്റിംഗ് ദ സ്പ്രെഡ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇനി 30th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആന്റി ലാർവൽ മെഷർ ഫോർ മോസ്കിറ്റോ കൺട്രോൾ? മോസ്കിറ്റോനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി, അതായത് അവരുടെ ലാർവൽ ലെവല്, ലാർവ എന്ന് പറയുമ്പോൾ അറിയാലോ മോസ്കിറ്റോ അതുപോലെയുള്ള ഇൻസെക്ട്സിന്റെ ഏറ്റവും ചെറിയ ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്, ഏറ്റവും ഫസ്റ്റ് സ്റ്റേജിനെ പറയുന്ന പേരാണ് ലാർവൽ സ്റ്റേജ്. അപ്പൊ ആ ലാർവൽ സ്റ്റേജിൽ തന്നെ മോസ്കിറ്റോനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ലക്ഷ്യം കൊണ്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള വേ ഓഫ് മെത്തേഡ് ഇതിൽ ഏതായിരുന്നു എന്നതാണ്. സ്പേസ് പ്രേ എന്ന് പറയുന്നുണ്ട്, ഗാംബുസിയ ഫിഷ് എന്ന് പറയുന്നുണ്ട്, ഇൻസെക്ടിസൈഡ് ഇംപ്രഗ്നേറ്റഡ് ഹെഡ്നെറ്റ്സ് എന്ന് പറയുന്നുണ്ട്, ഫൈനലി മോസ്കിറ്റോ റിപ്പലന്റ് ക്രീംസ് എന്ന് പറയുന്നുണ്ട്. ഇതിന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഗാംബൂസിയ ഫിഷ് എന്നാണ്. ഈ ഗാംബൂസിയ ഫിഷ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഗപ്പി എന്നൊക്കെ പറയും. നമ്മൾ എല്ലാവരും പറയുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ഒരു ഫിഷിനാണ് ഗപ്പി എന്ന് പറയുന്നത്. നമുക്ക് അപ്പൊ ഈ ഗപ്പി എന്ന് പറഞ്ഞുള്ള ഫിഷിനെ വീട്ടിൽ വളർത്തി കഴിഞ്ഞാൽ നമ്മൾ തന്നെ പറയാറുണ്ട് ഏറ്റവും ചെറുതായിട്ടുള്ള കൊതുകുകളെ ഇവര് കഴിക്കും, അതിലൂടെ നമുക്ക് ഒരുപാട് കൺട്രോൾ ഒക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ പറയാറുണ്ട്. അപ്പൊ അതാണ് ഈ ഗാംബൂസിയ ഫിഷ് എന്ന് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ കുറച്ചും കൂടെ സയന്റിഫിക് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള നെയിമാണ് ഗാംബൂസിയ ഫിഷ് എന്നുള്ളത് മാത്രം. അപ്പോ നമ്മൾ 75 ക്വസ്റ്റ്യനിൽ 30 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി റിമൈനിങ് ക്വസ്റ്റ്യൻസ് നോക്കാം. Pneumoconiosis is an occupational disease that affects. ഇതിൽ രണ്ട് കാര്യം നമ്മൾ പഠിക്കണം. ഫസ്റ്റ് തന്നെ ഈ ഒരു ന്യൂമോകോണിയോസിസ് എന്ന് പറയുന്നത് ഒരു ഒക്യുപേഷണൽ ഡിസീസ്, നമ്മുടെ വർക്ക് പ്ലേസിൽ നിന്നും കിട്ടുന്ന ഒരു ഡിസീസ് ആണ് എന്നുള്ളത് തന്നെ ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നത് ഈ ഒരു ഡിസീസ് എഫക്ട് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലുള്ള ഏത് ഭാഗത്തെയാണ്, ഹാർട്ടിനെയാണോ, ലിവറിനെയാണോ, ലങ്സിനെയാണോ, ബ്രെയിനെയാണോ? നമുക്കറിയാം അതായത് ന്യൂമോണിയ അല്ലെങ്കിൽ ന്യൂമോണിയ കോസ് ചെയ്യുന്ന പോലെയുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസ്, മെജോറിറ്റി ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസ് ഫസ്റ്റ് ആയിട്ട് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത് ലങ്സിനെ ആയിരിക്കും. അപ്പൊ ന്യൂമോകോണിയോസിസ് എന്ന് പറയുന്നത് ഒരു ഒക്യുപേഷണൽ ലങ് ഡിസീസസ് ആണ് എന്നുള്ളത് പറയുന്നുണ്ട്. ഓൾസോ ഇത് ഉണ്ടാവുന്നത് ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ ഇൻഹെയിൽ ചെയ്യുന്നതോടുകൂടെയാണ്. എസ്പെഷ്യലി ഏത് കൈൻഡ് ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്? കോൾ മൈനേഴ്സിൽ കോളിന്റെ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, കൺസ്ട്രക്ഷൻ സൈറ്റിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അതുപോലെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഉണ്ടാകുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസിന്റെ ഒക്കെ ഇൻഹലേഷൻ വഴി ഉണ്ടാകുന്ന ഒരു ഒക്യുപേഷണൽ ലങ് ഡിസീസിനെ പറയുന്ന പേരാണ് ന്യൂമോകോണിയോസിസ് എന്ന് പറയുന്നത്. 32 ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോമിനൽ വേരിയബിൾ? നമുക്ക് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ബ്ലഡ് ഷുഗർ ലെവൽ, അതുപോലെ ടെമ്പറേച്ചർ, മദർ ടങ്, കോസ്റ്റ് ഓഫ് എ കപ്പ് ഓഫ് ടീ. ഈ 4 കാര്യത്തിൽ നോമിനൽ വേരിയബിൾ, അതായത് വേരിയബിൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നോമിനൽ വേരിയബിൾ അല്ലെങ്കിൽ വേരിയബിൾ ഏതാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ബ്ലഡ് ഷുഗർ ലെവൽ ആണോ, ടെമ്പറേച്ചർ ആണോ, മദർ ടങ് ആണോ, കോസ്റ്റ് ഓഫ് എ കപ്പ് ഓഫ് ടീ? ഒരു പറയുന്ന ആൻസർ എന്ന് പറയുന്നത് മദർ ടങ് ആണ്. അപ്പൊ അതെങ്ങനെയായിരിക്കും? നോമിനൽ വേരിയബിൾസ് കാറ്റഗറൈസ് ഡാറ്റ വിത്തൗട്ട് എനി ഇൻട്രിൻസിക് ഓർഡർ.
നോമിനൽ വേരിയബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഡാറ്റനെ പ്രത്യേകിച്ച് ഒരു ഓർഡർ ഇല്ലാതെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോഴാണ് അതിനെ നോമിനൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. മദർ ടങ് ഈസ് എ കാറ്റഗറിക്കൽ വേരിയബിൾ വിത്തൗട്ട് എ റാങ്കിങ് ഓർഡർ അൺലൈക്ക് ടെമ്പറേച്ചർ ഓർ കോസ്റ്റ്. ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിലും കോസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ബ്ലഡ് ഷുഗർ ലെവൽ ആണെന്നുണ്ടെങ്കിലും ഈ കേസിലൊക്കെ എന്താണ് ഒരു കാറ്റഗറി വേരിയബിൾ, അതായത് ഒരു ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഉണ്ട് എന്നുള്ളത് നമുക്ക് എപ്പോഴും പറയാൻ പറ്റും. പക്ഷേ മദർ ടങ്ങിന്റെ കേസിൽ എന്താണ് അതൊരു ഒരു പ്രത്യേകമായിട്ടുള്ള ഓർഡറിന്റെ ബേസിൽ നമ്മൾ അറേഞ്ച് ചെയ്തതല്ല. അതിന് പ്രത്യേക ഒരു ലിമിറ്റ് ഇല്ല. അത് ഓരോ എന്താ പറയാ ഡിഫറെന്റ് റീജിയൻസ് റിലേറ്റഡ് ആയിട്ട് ഡിഫറെന്റ് ടൈപ്പ് ആയിരിക്കും. അതൊരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല നമുക്ക് പറയാലോ. ഇറ്റ്സ് മോർ ഓഫ് എ ക്വാളിറ്റേറ്റീവ് തിങ്. ഇതാണ് ഇതിൽ പറയുന്നത്. ഇനി 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുന്ന ദ ടൈം ലൈൻ ടു അച്ചീവ് ദ WHO ഗോൾ ഓഫ് ഹെൽത്ത് ഫോർ ഓൾ വാസ് സെറ്റ് ഫോർ ദ ഇയർ. അതായത് WHO, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഗോൾ ആയിരുന്നു ഹെൽത്ത് ഫോർ ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗോൾ. അത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെടുത്തിട്ടുണ്ടായിരുന്ന ടൈം ലൈൻ ആണ് ചോദിക്കുന്നത്. 1948 ആണോ, 2000 ആണോ, 2015 ആണോ, 2030 ആണോ? അഫ്കോഴ്സ് എന്താണ് 2000. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, മുന്നേ ഉള്ള സെക്ഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെൽത്ത് ഫോർ ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എയിം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി WHO അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് 2000-ലായിരുന്നു. The WHO goal of health for all was set for 2000 in the Alma-Ata Declaration. നമ്മൾ നേരത്തെ ഈ ഒരു എന്താണ് ഡിസ്കഷൻ സെക്ഷനിൽ തന്നെ നമ്മൾ മുന്നേ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു അൽമ-ആറ്റ ഡിക്ലറേഷൻ 1978 പുട്ട് ഫോർത്ത് ചെയ്തിട്ടുള്ള അൽമ-ആറ്റ ഡിക്ലറേഷന്റെ ഭാഗമായിട്ടാണ് 2000 ഈ ഒരു ഗോള് നമുക്ക് അല്ലെങ്കിൽ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓൾറെഡി 33 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു. 34th one നോക്കാം. The first international conference on health promotion which resulted in the proclamation of a charter for health promotion was held in 1986. അതായത് ഈ ഒരു ഫസ്റ്റ് ഇന്റർനാഷണൽ ഹെൽത്ത് പ്രൊമോഷൻ എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഫസ്റ്റ് ഇന്റർനാഷണൽ കോൺഫറൻസ് നടന്നിട്ടുള്ളത് 1986-ലാണ് എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നടന്നത് എവിടെ വെച്ചിട്ടാണ് എന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള അൽമ-ആറ്റ എന്നുള്ളതാണോ, ജനീവയിലാണോ, ജക്കാർട്ടയിലാണോ ഓർ ഒട്ടാവയിലാണോ എന്നുള്ളതാണ്. അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഒട്ടാവ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കനേഡിയൻ സിറ്റി. The first international conference on health promotion was held in Ottawa 1986. 1986-ലായിരുന്നു ഒട്ടാവയിൽ വെച്ചിട്ട് ഈ ഒരു ഫസ്റ്റ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഹെൽത്ത് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ആ ഒരു കോൺഫറൻസ് ആണ് ഒട്ടാവ ചാർട്ടർ ഫോർ ഹെൽത്ത് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഐഡിയോളജിയിലേക്ക് തന്നെ അത് എത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് നോയിസ് പൊല്യൂഷൻ ഈസ് മെഷേർഡ് ഇൻ യൂണിറ്റ്സ് ഓഫ്. അപ്പൊ എല്ലാവർക്കും അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ക്വസ്റ്റ്യൻ ആണ്, ഫിസിക്സിന്റെ അണ്ടറിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്ലസ് വണ്ണിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് എന്നുള്ള ആ ഒരു ചാപ്റ്ററിലെല്ലാം. നോയിസ് പൊല്യൂഷൻ നമ്മൾ മെഷർ ചെയ്യുന്നത് ഏത് യൂണിറ്റിന്റെ ബേസിലായിരിക്കും എന്നാണ്. ലക്സ് ആണോ, ഡെസിബിൾസ് ആണോ, കാൻഡല ആണോ, mg/ലിറ്റർ ആണോ? ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പോകാം ഡെസിബൽ ആണ്. മറ്റുള്ളതെല്ലാം എന്താണ് സ്റ്റുപ്പിഡ് ഓപ്ഷൻസ് ആണ്. ഇതുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ലാത്ത ഓപ്ഷൻസ് ആണ് ബാക്കിയുള്ളതെല്ലാം. അപ്പോൾ അഫ്കോഴ്സ് നോയിസ് പൊല്യൂഷൻ മെഷർ ചെയ്യുന്നത് ഡെസിബൽസിലായിരിക്കും. അതായത് dB, ഒരു dB അല്ലെങ്കിൽ ഡെസിബൽ യൂസ് ചെയ്തിട്ട് നമുക്കൊരു സൗണ്ട് ഇന്റൻസിറ്റിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ വരെ പറ്റും ആണ് പറയുന്നത്. ഇനി 36th വൺ നോക്കാം. വാട്ട് ഈസ് ദ റേഞ്ച് ഇൻ ദ ഫോളോയിങ് ഡാറ്റ സെറ്റ്? ഇത് നമ്മുടെ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഈ സെറ്റ് ഓഫ് വാല്യൂ 42, 50, 44, 38, 35, 45 ഈ വാല്യൂസിന്റെ റേഞ്ച് കണ്ടെത്താനാണ് പറയുന്നത്. ഓപ്ഷൻ 42 to 45 തന്നിട്ടുണ്ട്, 35 to 50 തന്നിട്ടുണ്ട്, 42 to 44 തന്നിട്ടുണ്ട്, 42 to 33 തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഈ ഒരു എന്താ പറയാ ഈ ഒരു ഡാറ്റ സെറ്റിനെ ഏറ്റവും സ്മോളസ്റ്റ് 1 to
ഏറ്റവും ലാർജസ്റ്റ് വൺ എന്നുള്ള ആ ഒരു ഓർഡറിൽ നമ്മൾ അതിനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ളത് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളതും ഏതാണോ അതായിരിക്കും അതിന്റെ റേഞ്ച്. ഈ ഓപ്ഷൻ നോക്കിയാൽ തന്നെ കാണാം 35 to 50. ഏറ്റവും സ്മോളസ്റ്റ് എന്ന് പറയുന്നത് 35 ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാർജസ്റ്റ് എന്ന് പറയുന്നത് 50 ആയിരിക്കും. അപ്പോ എന്താണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 35 to 50 എന്നുള്ള ആ ഒരു ആൻസർ ആണ്. ഇനി 37 അടുത്തൊരു ബയോസ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മോഡ് ഇൻ ദ ഫോളോയിങ് ഡാറ്റാ സെറ്റ്? നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാ സെറ്റിലെ മോഡ് കണ്ടെത്താം. മോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്താം? നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാ സെറ്റിനെ അതിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ ഫസ്റ്റ് അറേഞ്ച് ചെയ്യണം. സോറി, മോഡിന്റെ കേസ് ആയിരിക്കും, അത് മീഡിയന്റെ കേസ് ആയിരുന്നു. മോഡിന്റെ കേസിൽ തന്നിട്ടുള്ള ഡാറ്റാ സെറ്റിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ആ ഒരു എന്താ പറയാ ഡാറ്റ ഏതാണോ അതിനെയാണ് നമ്മൾ മോഡ് എന്ന് വിളിക്കുക. പക്ഷെ ഇതിലൊന്ന് നോക്കിയാൽ കാണാം ഏതൊക്കെയുണ്ട്. 35 3 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, 37 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, 44ഉം 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള 35 3 ടൈംസ് ആണ്. ഓഫ് കോഴ്സ് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. 35 തന്നെയാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ 37 ക്വസ്റ്റ്യൻസ് ആണ് കവർ ചെയ്തത്. 38th വണ്ണിലേക്കാണ് ഇനി നമുക്ക് പോകാനുള്ളത്. അറേഞ്ച് ദ ഫോളോയിങ് ഗ്ലോബൽ ഹെൽത്ത് ഇനീഷ്യേറ്റീവ്സ് ഫ്രം ദ ഓൾഡസ്റ്റ് ടു ദ മോസ്റ്റ് റീസെന്റ് വൺ. ഏറ്റവും ഓൾഡസ്റ്റ് മുതൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഹെൽത്ത് ഇനീഷ്യേറ്റീവ്സിനെ അല്ലെങ്കിൽ ഗ്ലോബൽ ഹെൽത്ത് ഇനീഷ്യേറ്റീവ്സിനെ ആ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. ഓപ്ഷൻ ഏതൊക്കെ കൊടുത്തിട്ടുള്ളത്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റൽ ഗോൾസ് കൊടുത്തിട്ടുണ്ട്, പ്രൈമറി ഹെൽത്ത് കെയർ കൊടുത്തിട്ടുണ്ട്, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് കൊടുത്തിട്ടുണ്ട്, ഹെൽത്ത് ഫോർ ഓൾ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇതിലുള്ള ആളുകളെല്ലാം നമ്മൾ ഓൾറെഡി ഇതിനു മുന്നേ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ ഒരു ഓർഡറിൽ തന്നെ അല്ലെങ്കിൽ സംവാട്ട് റിലേറ്റഡ് ടു ദിസ് നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് ഏറ്റവും ഓൾഡസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെൽത്ത് ഫോർ ഓൾ എന്നുള്ളതായിരുന്നു 1978. ഒരു മന്ത്സിന്റെ ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം വന്നതായിരുന്നു 1978 തന്നെ പ്രൈമറി ഹെൽത്ത് കെയർ എന്നുള്ളത്. ദെൻ 2000 മില്ലേനിയം ഡെവലപ്മെന്റൽ ഗോൾസും ഫൈനലി 2015 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റൽ ഗോൾസ് എന്നുള്ള ആ ഒരു ഇനീഷ്യേറ്റീവും ഗ്ലോബലി വന്നിട്ടുണ്ട്. 39th ആണ് പറയുന്നത് ദ സ്റ്റേജസ് ഇൻ ദ ലൈഫ് ഹിസ്റ്ററി ഓഫ് മോസ്കിറ്റോസ് ആർ ലിസ്റ്റഡ്. മോസ്കിറ്റോന്റെ ലൈഫ് ഹിസ്റ്ററിയിലുള്ള ഡിഫറെന്റ് സ്റ്റേജസ് ആണ് നമ്മൾക്ക് തന്നിട്ടുള്ളത്. അവരെ എക്സാക്ട് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. അഡൽട്ട്, എഗ്, പ്യൂപ്പ, ലാർവ എന്നുള്ളതാണ്. നമുക്കറിയാം ഫസ്റ്റ് എഗ് ആണ് ഉണ്ടാവേണ്ടത്. എഗ് ആണ് പിന്നെ ലാർവ ആയിട്ട് മാറുന്നത്. അതായത് അത് ജനിച്ചതിന് ശേഷം ഫസ്റ്റ് ആണ് ലാർവ എന്ന് പറയുന്നത്. എഗ് എന്ന് പറയുമ്പോൾ അതിന്റെ ഗമേറ്റിക്കൽ ലെവലിൽ ഉള്ള ഒരു സംഭവമായിരിക്കും. ഫസ്റ്റ് എഗ് ആണ്, ദെൻ ലാർവ ആവുന്നു, ദെൻ അതൊരു പ്യൂപ്പ ആയിട്ട് മാറുന്നു. ഫൈനലി ഈ പ്യൂപ്പ ആണ് എന്തായിട്ട് മാറുന്നത്? അഡൽട്ട് ആയിട്ട് മാറുന്നത്. ആ ഒരു എന്താ പറയാ അത് നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് നോക്കിയാൽ തന്നെ അതിൽ നിന്ന് കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് അതിന്റെ ഒരു കോൺസെപ്റ്റ് ഒന്നും നമുക്ക് വേണ്ട. എഗ് ആണ് ഫസ്റ്റ് ഉള്ളതെന്നും അഡൽട്ട് ആണ് ലാസ്റ്റ് ഉള്ളതെന്നും എല്ലാവർക്കും അറിയാം. പിന്നെ ലാർവയാണ് എഗിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും ഫസ്റ്റ് ഐ മീൻ എന്താ പറയാ ജീവനുള്ള സ്റ്റേജ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോ 40th വണ്ണ് നോക്കാം. The following are some of the basic steps in conducting a randomized control trial, അതായത് RCT. അപ്പോ ഈ സ്റ്റെപ്സിനെ അതിന് കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. സ്റ്റെപ്സ് ഏതൊക്കെയാണ്? റാൻഡമൈസേഷൻ കൊടുത്തിട്ടുണ്ട്, ഡ്രോയിങ് അപ്പ് എ പ്രോട്ടോകോൾ കൊടുത്തിട്ടുണ്ട്, ഇന്റർവെൻഷൻ ഓർ മാനിപ്പുലേഷൻ, ആൻഡ് ഫൈനലി അസസ്മെന്റ് ഓഫ് ഔട്ട്കം. നമ്മുടെ ഔട്ട്കം അസസ് ചെയ്യുക എന്നുള്ളതുമാണ് കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് ആൻസർ നോക്കാം. ആൻസർ നോക്കിയാൽ തന്നെ നമുക്ക് കാണാം BACD എന്നുള്ള ഒരു ഓർഡറിലാണ് വരുന്നത്. ഫസ്റ്റ് നമുക്കൊരു പ്രോട്ടോകോൾ ആണ് വേണ്ടത്. ഫസ്റ്റ് ആ ഒരു എന്താ പറയാ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയലിനെ ചലഞ്ച് ചെയ്യാൻ ആവശ്യമുള്ള ഒരു പ്രോട്ടോകോൾ നമുക്ക് വേണം. ദെൻ ആണ് നമ്മൾ അതിനെ റാൻഡമൈസ് ചെയ്ത് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇന്റർവെൻഷൻസോ അല്ലെങ്കിൽ ഡാറ്റ മാനിപ്പുലേഷൻസോ ചെയ്ത് ഫൈനലി നമുക്ക് എന്ത് ചെയ്യുന്നു? ഔട്ട്കം നമ്മൾ അതിൽ നിന്നും അസസ് ചെയ്തെടുക്കുന്നു. അപ്പൊ ഇതൊക്കെ ആ ടേംസ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പറയുന്നത് ഇതൊരു ജനറൽ
പേപ്പർ ആണ് എന്നുള്ളത്. 41 നോക്കാം. ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ റീഡിങ്സ് ഓഫ് 4 പേഷ്യൻസ് ആർ ഗിവൺ ബിലോ. 4 പേഷ്യൻസിന്റെ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട്. അറേഞ്ച് ദം അക്കോർഡിംഗ് ടു ഇൻക്രീസിംഗ് മീഡിയൻ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. അതായത് അവരുടെ മീഡിയൻ കൂടുന്നതിന്റെ ബേസിൽ അതിനെ അറേഞ്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞ മീഡിയൻ ഫസ്റ്റ് വേണം. സിംപ്ലി എന്താ ഒരു ബയോസ്റ്റാറ്റിക് ലെവൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. 83, 71, 81, 79, 71, 90, 83, 75, 90, 89, 70, 72, 87, 75, 87 and finally 75, 84, 81, 95, 95. ഈ 4 ആളുകളുടെയും മീഡിയൻ നമ്മൾ കണ്ടെത്തുക. എന്നിട്ട് ഏറ്റവും കുറഞ്ഞത് ഏതാണോ അത് ഫസ്റ്റ്, ഏറ്റവും കൂടിയത് ഏതാണോ അത് ലാസ്റ്റ്. ആ ലെവലിൽ അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഓപ്ഷൻ 2 ആയിരിക്കും. അതായത് CADP എന്നുള്ള ഓർഡറിലായിരിക്കും. 70, 72, 87, 75, 87 ആയിരിക്കും ഏറ്റവും കുറഞ്ഞ മീഡിയൻ ആൻഡ് ഓപ്ഷൻ ബി ആയിരിക്കും ഏറ്റവും ലാർജസ്റ്റ് മീഡിയനും വരുന്നത്. നമുക്ക് ആ വാല്യൂസ് നോക്കിയാൽ തന്നെ ഏകദേശം ഐഡിയ കിട്ടുന്നുണ്ട്. അപ്പോ ഇനി 42nd വൺ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ്. നമുക്ക് തന്നിട്ടുള്ള ഈ 4 ആളുകളിൽ ഏതൊക്കെയാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ആൻഡ് പെർപസീവ് സാമ്പിളിംഗ്. ഇതിൽ ഏതൊക്കെയാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ്? പ്രോബബിലിറ്റി പഠിച്ചാൽ ഇതിൽ കൊടുത്തുള്ള ഏറ്റവും ബേസിക് ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ്. ആക്ച്വലി സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, അതുപോലെ സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ് ആൻഡ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്. ഈ 3 ആളുകളാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സിന്റെ അണ്ടറിൽ വരുന്നത്. പെർപസീവ് സാമ്പിളിംഗ് ഒരിക്കലും പ്രോബബിലിറ്റിന്റെ ബേസിൽ വരുന്നതല്ല. അത് കുറച്ചും കൂടെ നമ്മുടെ പേർപ്പസ് അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ് ആണ്. പ്രോബബിലിറ്റി അപ്ലൈ ചെയ്യുന്നത് ഈ 3 കാര്യങ്ങളിലായിരിക്കും. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റഡീസ് ആർ ഒബ്സർവേഷണൽ. ഈ 4 സ്റ്റഡി തന്നിട്ടുള്ളതിൽ ഒബ്സർവേഷണൽ സ്റ്റഡീസിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. കേസ് കൺട്രോൾ സ്റ്റഡി ഉണ്ട്, കൊഹോർട്ട് സ്റ്റഡി ഉണ്ട്, RCT അതായത് റാൻഡമൈസ്ഡ് കൺട്രോൾഡ് ട്രയൽ ഉണ്ട്, ഫൈനലി നോൺ റാൻഡമൈസ്ഡ് ട്രയലും തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒബ്സർവേഷണൽ സ്റ്റഡി എന്ന് നമുക്ക് ഇതിൽ പറയാൻ പറ്റുന്നത് കേസ് കൺട്രോൾ സ്റ്റഡിയും അതുപോലെ കൊഹോർട്ട് സ്റ്റഡിയുമായിരിക്കും. റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ എന്ന് പറയുന്നത് എന്താണ്? കൈൻഡ് ഓഫ് ട്രയൽ ടെക്നിക്കാണ്. അതിൽ നമ്മൾ കുറച്ച് പേഷ്യൻസ് ഡാറ്റ അല്ലെങ്കിൽ കുറച്ച് ഡാറ്റ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ റാൻഡമൈസ് ചെയ്യും. ദെൻ നമ്മളൊരു എന്താ പറയുക ടെസ്റ്റിംഗ് പോലെയാണ് അവിടെ നടക്കുന്നത്. നോട്ട് എ കൈൻഡ് ഓഫ് ഒബ്സർവേഷൻ സ്റ്റഡി. അതുപോലെ തന്നെയാണ് സിംപ്ലി ഈ ട്രയൽ റാൻഡമൈസ്ഡ് അല്ലെങ്കിൽ നോൺ റാൻഡമൈസ്ഡ് ട്രയൽസ് എന്ന് പറയുന്നത് രണ്ടും ഏകദേശം ഒരു സെയിം കാറ്റഗറിയിൽ വരുന്നതാണ്. ഈ കേസ് കൺട്രോൾ സ്റ്റഡി ആണെങ്കിലും കൊഹോർട്ട് സ്റ്റഡി ആണെങ്കിലും നമുക്കറിയാം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റയാണ് നമ്മൾ നമ്മുടെ എവിഡൻസ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും നമുക്ക് ഒബ്സർവേഷൻ സ്റ്റഡീസ് എന്ന് തന്നെ വിളിക്കാൻ പറ്റും. 44th വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ മെഷേഴ്സ് ഓഫ് വേരിയേഷൻ അല്ലെങ്കിൽ ഡിസ്പേർഷൻ എന്നുള്ള കാര്യത്തിന്റെ മെഷേഴ്സ് ഏതൊക്കെ? ഇതൊക്കെ നമ്മുടെ PPT അതുപോലെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, റേഞ്ച്, മീൻ ഡീവിയേഷൻ. ഇതിൽ വേരിയേഷനെ കാണിക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ മെഷേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. മീൻ എന്ന് പറയുന്നത് ഒരിക്കലും വേരിയേഷൻ അല്ല ഡിനോട്ട് ചെയ്യുന്നത്. മീൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് വാല്യൂസിന്റെ ആവറേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ആ സെറ്റ് ഓഫ് വാല്യൂസിന്റെ ഒരു ഓവറോൾ ഒരു എന്താ പറയാ സമ്മറി ആണ് നമുക്ക് പറയാൻ പറ്റും. അത് യാതൊരു തരത്തിലുള്ള വേരിയേഷനും നമുക്ക് തരുന്നില്ല. പക്ഷെ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെന്നുണ്ടെങ്കിലും റേഞ്ച് ആണെങ്കിലും മീൻ ഡീവിയേഷൻ ആണെങ്കിലും ഇതിലൊക്കെ നമുക്കൊരു വേരിയേഷൻ ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 ഓപ്ഷൻസ് തന്നെ ആയിരിക്കും ഇവിടെ നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. അടുത്ത നോക്കിക്കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഒക്യുപ്പേഷണൽ ഡിസീസ്. നമ്മുടെ വർക്ക് പ്ലേസിൽ നിന്നും നമുക്ക് ബാധിക്കാൻ അല്ലെങ്കിൽ കിട്ടാൻ ചാൻസ് ഉള്ള ഡിസീസസ് ഏതൊക്കെ എന്നുള്ളതാണ് പറയുന്നത്. സിലിക്കോസിസ്, സിക്കിൾ സെൽ അനീമിയ, ബിസിനോസിസ് ആൻഡ് തലസീമിയ. ഇതിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിലിക്കോസിസ് ആൻഡ് ബിസിനോസിസ് ആണ് ഒക്യുപ്പേഷണൽ ഡിസീസ് ആയിട്ട് വരാറുള്ളത്. കാരണം ഈ സിലിക്കോസിസ് നമുക്ക് കിട്ടുന്നത് സിലിക്ക എന്നുള്ള ആ ഒരു
കോമ്പൗണ്ട് ഉണ്ടല്ലോ അതിന്റെ ഡസ്റ്റ് നമ്മുടെ ലങ്സിലേക്ക് കയറുന്നതോട് കൂടിയിട്ടാണ് സിലിക്കോസിസ് നമുക്ക് ഉണ്ടാവുന്നത്. അതുപോലെ ബിസിനോസിസിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഈ കോട്ടൺ ഇൻഡസ്ട്രിയിലൊക്കെ കോട്ടൺ എന്നുള്ള ഒരു കോട്ടണിൽ ഒരുപാട് എന്താ പറയാ ഡസ്റ്റ് പോലത്തെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ഓവറായിട്ട് ഇൻഹേൽ ചെയ്യുമ്പോൾ അത് മൂലം ഉണ്ടാവുന്നതാണ് എന്ത് ബിസിനോസിസ്. പക്ഷെ സിക്കിൾ സെൽ അനീമിയ അനീമിയ ആണെന്നുണ്ടെങ്കിലും തലാസീമിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജനറ്റിക് ഡിസീസ് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് മ്യൂട്ടേറ്റഡ് ഡിസീസ് ആണെന്ന് പറയാൻ പറ്റും. സിക്കിൾ സെൽ അനീമിയ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഒരു മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോഴാണ്. തലാസീമിയ എപ്പോഴാണ് ഉണ്ടാകുന്നത്? അതും ഒരു മ്യൂട്ടേഷൻ സംഭവിക്കുന്നതാണ്. അത് ജനറ്റിക് ഡിസീസസ് ആണ്. ഇത് രണ്ടുമാണ് ഒക്യുപേഷണൽ ഡിസീസ് എന്ന് പറയുന്നത്. 46th വൺ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സോഴ്സസ് ഇൻക്ലൂഡ് ഡാറ്റ കളക്ഷൻ അറ്റ് ദി ഹൗസ് ഹോൾഡ് ലെവലില് ഡാറ്റ കളക്ഷന് ഇൻക്ലൂഡ് ചെയ്യുന്ന സോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. സെൻസസ് കൊടുത്തിട്ടുണ്ട്, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ കൊടുത്തിട്ടുണ്ട്, ഹോസ്പിറ്റൽ റെക്കോർഡ്സ് കൊടുത്തിട്ടുണ്ട്, ഫൈനലി നാഷണൽ സാമ്പിൾ സർവേയും കൊടുത്തിട്ടുണ്ട്. അപ്പോ എന്താ പറയാം, എ, ബി ആൻഡ് ഡി, സെൻസസ്, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ, നാഷണൽ സാമ്പിൾ സർവേ എന്നുള്ള ഈ 4 കാര്യങ്ങളാണ് ഹൗസ് ഹോൾഡ് ലെവലിൽ നടക്കുന്ന ഡാറ്റ കളക്ഷൻ. ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ആ ടേമിൽ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി കൺസൾട്ട് ചെയ്തിട്ടുള്ള പേഷ്യൻസിൽ നിന്നുള്ള ആ ഡാറ്റ, അവരുടെ റെക്കോർഡിൽ നിന്നുള്ള ഡാറ്റയാണ് ഈ ഒരു ഹോസ്പിറ്റൽ റെക്കോർഡ്സ് വരുന്നത്. മറ്റുള്ളതെല്ലാം ഒരു ഹൗസ് ഹോൾഡ് ലെവലിൽ നടക്കുന്ന സാമ്പിളിംഗ് അല്ലെങ്കിൽ സർവേ മെത്തേഡ്സ് ആണ്. 47th വൺ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയാ ഏജൻസും അവര് ഉണ്ടാക്കുന്ന ഡിസീസും കൊടുത്തിട്ടുണ്ട്, അതിന് നമ്മൾ മാച്ച് ചെയ്യലാണ്. കോട്ടൺ ഡസ്റ്റ് ആണ് ഈ ഒരു ബിസിനോസിസ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആസ്ബെസ്റ്റോസ് ആണ് ആസ്ബെസ്റ്റോസിസ് ഉണ്ടാക്കുക എന്നുള്ളത് ടേമിൽ തന്നെ ഉണ്ട്, പിന്നെ എല്ലാവർക്കും ബേസിക് ആയിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് സിലിക്ക വിത്ത് സിലിക്കോസിസ്. ഈ 3 കാര്യം നമുക്ക് ഓൾറെഡി അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ ഹെയർ ഓർ ഗ്രെയിൻ ഡസ്റ്റ് എന്ന് പറയുന്നത് ഫാമേഴ്സ് ലെങ് ആണെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ ആയിട്ട് മാറി. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് അവർ നമ്മളോട് ചോദിക്കുന്നുള്ളൂ. വളരെ വളരെ ബേസിക് ആയിട്ടുള്ള, ഈവൻ നമുക്ക് ഒന്നും അറിയില്ലെങ്കിൽ പോലും ഓപ്ഷൻസിൽ നിന്ന് തന്നെ നമുക്ക് അല്ലെങ്കിൽ ടെർമിനോളജി ഒന്ന് മുറിച്ചു മാറ്റി അതിനെ ഓപ്പറേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് അതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റുന്ന തരത്തിലുള്ളതാണ് അവർ ചോദിക്കുന്നത്. നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു സൈഡില് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, ഡിഫറെന്റ് ഡെത്ത് ടൈപ്പ് ഓഫ് ഡെത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ടോട്ടൽ നമ്പർ എവിടെ പോപ്പുലേഷൻ കാര്യങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ മാച്ച് ചെയ്യണം. അപ്പോ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ലൈക്ക് സ്പെസിഫിക് ഡെത്ത് റേറ്റ് ഡ്യൂ ടു ട്യൂബർകുലോസിസ് മൂലം ഉണ്ടായിട്ടുള്ള സ്പെസിഫിക് ഡെത്ത് റേറ്റ് ഒരു മിഡ് ഇയർ പോപ്പുലേഷൻ ആയിട്ടായിരുന്നു നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ സ്പെസിഫിക് ഡെത്ത് റേറ്റ് ഫോർ മെയിൽസ്, അത് എക്സാക്ട്ലി ഈ ഒരു മേലത്തെ ടേമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. എക്സെപ്റ്റ് ഒരു അഡീഷണൽ ടേം വന്നത് മെയിൽസ് എന്നുള്ള ആ ഒരു ടേമാണ്. ഈസി ആയിട്ട് നമുക്കെല്ലാം കണ്ടെത്താൻ പറ്റും. കേസ് ഫാറ്റാലിറ്റി റേറ്റ് ഫോർ COVID-19 പോസ്റ്റ് ടോട്ടൽ നമ്പർ ഓഫ് COVID-19 കേസസ്. അതുപോലെ സ്പെസിഫിക് ഡെത്ത് റേറ്റ് ഇൻ ഏജ് ഗ്രൂപ്പ് 15 to 19 years, മിഡ് ഇയർ പോപ്പുലേഷൻ ഓഫ് പേഴ്സൺസ് ഏജഡ് ബിറ്റ്വീൻ 15. വളരെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒക്കെ ആ ഒരു എന്താ പറയാ, ഈ ഒരു ക്വസ്റ്റ്യൻസിൽ നിന്ന് ആ ഒരു ലിസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തിട്ട് അതിൽ കോമൺ ആയിട്ടുള്ള ടേം വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ആൻസേഴ്സ് കണ്ടെത്താൻ പറ്റും. അതുപോലത്തെ അടുത്തൊരാളാണ് കേസ് കൺട്രോൾ സ്റ്റഡി, കൊഹോർട്ട് സ്റ്റഡി, ക്രോസ് സെക്ഷൻ സ്റ്റഡി, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. റിലേറ്റീവ് റിസ്ക്, ടൈം, പ്ലേസ് ആൻഡ് പേഴ്സൺ ഡിസ്ട്രിബ്യൂഷൻ, ഓഡ്സ്, റേഷ്യോ ആൻഡ് പ്രിവാലൻസ്. ഇത് നമ്മൾ PPT-യിൽ നമ്മുടെ ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് ഞാൻ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അതിൽ നിന്ന് കറക്റ്റ് ആയിട്ട് നമുക്കിനെ കിട്ടും. കേസ് കൺട്രോൾ സ്റ്റഡി എന്ന് പറയുന്നത് ഓഡ്സ് റേഷ്യോനെ നമുക്ക് കാണിച്ചു തരുന്നു. കൊഹോർട്ട് സ്റ്റഡി റിലേറ്റീവ് റിസ്ക് ആണ് നമുക്ക് പറഞ്ഞു തരുന്നതെങ്കിൽ, ക്രോസ് സെക്ഷൻ സ്റ്റഡി എത്രത്തോളം ഒരു ഡിസീസ് ബേർഡ് അല്ലെങ്കിൽ പ്രീവാലൻസ് അവിടെ ഉണ്ട് എന്നുള്ളതും, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി അത് എവിടെ നടന്നു, എപ്പോ നടന്നു, എങ്ങനെ നടന്നു, ആർക്ക് കിട്ടി, എങ്ങനെ കിട്ടി എന്നുള്ള എല്ലാ ഇൻഫോർമേഷനാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി നമുക്ക് തരുന്നത്. ലൈക്ക് നമ്മൾ COVID-19 കേസിൽ ആ ഒരു റൂട്ട് മാപ്പ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന പോലെ അതൊക്കെ ഒരു കൈൻഡ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമുക്ക് 25 ക്വസ്റ്റ്യൻസ്, ഏകദേശം 25-26 ക്വസ്റ്റ്യൻസും കൂടെ റിമൈൻഡ് ചെയ്യുന്നുണ്ട്.
ഇത് നോക്കാം. ഇതെല്ലാം വരുന്നത് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ആണ്. ഇതില് ട്രൂ പോസിറ്റീവ് ട്രൂ നെഗറ്റീവ് അങ്ങനത്തെ ഫാൾസ് പോസിറ്റീവ് ഫാൾസ് നെഗറ്റീവ് അങ്ങനത്തെ 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇത് ഏതാണ് അതിനെ നോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ ഒരു പരസ്പരം കോളം കമ്പയർ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം ട്രൂ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ദ പേഴ്സൺ ഹാസ് ഡിസീസ് ആൻഡ് ദ സ്ക്രീനിങ് ടെസ്റ്റ് ഇസ് പോസിറ്റീവ്. അതായത് അത് ശരിയായിട്ടുള്ള പോസിറ്റീവ് ആണ്. അതായത് ആ ഒരു ഇൻഡിവിജ്വലിന് അസുഖം ഉണ്ട് താനും ആൻഡ് ഓൾസോ ആ ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ട്രൂ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ആ ഒരു പേഴ്സൺ ഡിസീസ് ഇല്ല ആൻഡ് ആ ടെസ്റ്റിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നിട്ടുണ്ട്. ഈ ഫോൾസ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ആ ഒരു പേഴ്സണ് അസുഖമില്ല, പക്ഷെ ആ ടെസ്റ്റിന്റെ സംതിങ് എറർ ഹാപ്പൻഡ്, അതുകൊണ്ട് റിസൾട്ട് പോസിറ്റീവ് ആയിട്ട് കാണിച്ചു. ഫോൾസ് നെഗറ്റീവ് അതിന്റെ ഓപ്പോസിറ്റ്, ലൈക്ക് പേഴ്സൺ അസുഖമുണ്ട് പക്ഷേ ടെസ്റ്റില് അസുഖമില്ല എന്ന് കാണിച്ചു. അങ്ങനത്തെ ഒരു കാര്യത്തിനാണ് എന്ത് ഈ ഒരു ക്വസ്റ്റിന് ചോദ്യം. ഒക്കെ കണ്ടല്ലോ, അപ്പൊ ഈ ടെർമിനോളജി വെച്ചിട്ട് മാത്രം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 51 നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. 0.02, 0.08, 0.20, 0.40. ഇനി അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ലീതൽ ഡോസ്, ലോസ് ഓഫ് ജഡ്ജ്മെന്റ്, ഓൾട്ടേർഡ് മൂഡ്, കൺഫ്യൂഷൻ ഓർ ഡിസോറിയന്റേഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ വാല്യൂ ആണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. ഇത് കുറച്ച് ടൈപ്പ് ഓഫ് ബൈ ഹാർട്ട് പഠിക്കേണ്ട സംഭവമാണ്. ലൈക്ക് 0.02 ലോസ് ഓഫ് ജഡ്ജ്മെന്റ്, ഓൾട്ടേർഡ് മൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും. 0.08 എന്ന് പറയുന്നത് കൺഫ്യൂഷൻ ഡിസോറിയന്റേഷൻ റിലേറ്റഡ് ആയിരിക്കും. 0.20 poor muscle coordination and impaired self control. ഓൾസോ 0.40 എന്ന് പറയുമ്പോൾ എന്തിന്റെ കേസിലായിരിക്കും? ലീതൽ ഡോസ് വളരെ എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് ലീതൽ ഡോസ് എന്ന് പറയുന്നത്. അപ്പൊ ലീതൽ ഡോസ് എന്ന് പറയുന്ന ആ ഒരു ഡോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് 0.40 എന്നുള്ളത്. മനസ്സിലാക്കി വെക്കുക. മറ്റുള്ള ഓർമ്മിച്ച് വെച്ചില്ലെങ്കിൽ ലീതൽ ഡോസ് എന്തായാലും ഓർമ്മിച്ച് വെക്കണം. 52 നോക്കാം. ഇതും മാച്ച് ദ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ഇൻടേക്ക്, അതായത് ഡിസീസ് റിലേറ്റഡ് കുറച്ച് ഇൻടേക്സും അലവൻസസും കൊടുത്തിട്ടുണ്ട്. അതിന്റെ ന്യൂട്രീഷണൽ ആസ്പെക്ട്സും ആണ് മറ്റുള്ള ഒരു ഇതിൽ കൊടുത്തിട്ടുള്ളത്. നോക്കാം. റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസസ്, അതായത് നമുക്ക് എത്രത്തോളം ഒരു ദിവസം നമ്മുടെ ഭക്ഷണത്തില് അതായത് അനുമതി ഉണ്ട് എന്നുള്ളത്, റെക്കമെൻഡ് ചെയ്തിട്ടുള്ള അനുമതി എന്താണെന്നുള്ളതാണ്. മീറ്റ്സ് ദ നീഡ്സ് ഓഫ് നിയർലി ഓൾ ഹെൽത്തി പീപ്പിൾ, എല്ലാ ഹെൽത്തി പീപ്പിളുടെയും നീഡ്സിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 97 to 98% ഹെൽത്തി പീപ്പിളിന്റെ നീഡ്സിനെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസസ് എന്ന് പറയാൻ പറ്റും. ക്രോണിക് ഡിസീസ് റിസ്ക് റിഡക്ഷൻ ഇൻടേക്സ് എന്ന് പറയുമ്പോൾ ലെവൽസ് ഓഫ് ന്യൂട്രിയന്റ് ഇൻടേക്ക് അസോസിയേറ്റഡ് വിത്ത് ലോ റിസ്ക് ഓഫ് ക്രോണിക് ഡിസീസ്. അതായത് നമുക്ക് ഭക്ഷണം എടുക്കാം, പക്ഷെ ക്രോണിക് ഡിസീസസ് ഉണ്ടാക്കാൻ ഉള്ള റിസ്ക് വളരെ കുറവായിരിക്കും. ആ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ക്രോണിക് ഡിസീസ് റിസ്ക് റിഡക്ഷൻ ഇൻടേക്സ് എന്ന് പറയാം. ടോളറബിൾ അപ്പർ ഇൻടേക്ക് ആണെന്നുണ്ടെങ്കിൽ ദ ഹയസ്റ്റ് ആവറേജ് ഡെയിലി ന്യൂട്രിയന്റ് ഇൻടേക്ക് ദാറ്റ് പോസസ് നോ റിസ്ക്. ഒരു ദിവസം നമുക്ക് ഏറ്റവും എന്താ പറയാ അധികം എടുക്കാൻ പറ്റുന്ന ന്യൂട്രിയന്റ് ഇൻടേക്ക് ആൻഡ് ഓൾസോ അത് യാതൊരു തരത്തിലുള്ള റിസ്ക്കും നമുക്ക് കോസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ടോളറബിൾ അപ്പർ ഇൻടേക്ക് എന്ന് പറയാം. ഇനി അക്സെപ്റ്റബിൾ മാക്രോ ന്യൂട്രിയന്റ് ഡിസ്ട്രിബ്യൂഷൻ റേഞ്ചസ് എന്ന് പറയുമ്പോൾ റേഞ്ചസ് ഓഫ് ഇൻടേക്സ് ഫോർ എനർജി ഈൽഡിങ് ന്യൂട്രിയൻസ്, നമുക്ക് എനർജി തരുന്ന ന്യൂട്രിയൻസിന് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് റേഞ്ച് ഓഫ് ഇൻടേക്ക് ആണ് അക്സെപ്റ്റബിൾ മാക്രോ ന്യൂട്രിയന്റ് ഡിസ്ട്രിബ്യൂഷൻ റേഞ്ച് എന്ന് പറയുന്നത്. അതിന്റെ ഡെഫിനിഷൻ പോലെ തന്നെ നമുക്ക് അത് പഠിച്ചു വെക്കാം. ഇത് സിംഗിൾ ആയിട്ട് തന്നെ ചോദിക്കും ഇൻസ്റ്റെഡ് ഓഫ് ആസ്കിങ് ആസ് എ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ്. അടുത്തത് ഡേയ്സ് മീൽസ് പ്രൊവൈഡ് 50 grams ഓഫ് പ്രോട്ടീൻ, കാൽക്കുലേറ്റ് ദ കാലറീസ് കോൺട്രിബ്യൂട്ടഡ് ബൈ പ്രോട്ടീൻ. അത് 50 gram പ്രോട്ടീൻ നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രോട്ടീൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ടോട്ടൽ കാലറി എത്രയാണെന്നുള്ളതാണ്. അപ്പോ എന്താണ്, ഒരു ഗ്രാമില് ഒരു പ്രോട്ടീൻ പെർ ഗ്രാം 4 kcal ആണ് നമുക്ക് തരുന്നത്. അങ്ങനെയാണെങ്കിൽ 50 gram എന്ന് പറയുമ്പോൾ 50 gram into 4 is equal to 200 kcal. വളരെ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ. നമുക്ക് ഇവിടെ ആകെ അറിയേണ്ടത് പെർ ഗ്രാം എത്ര kcal ഉണ്ട് എന്നുള്ളതാണ്. അത് 4 ആണെന്നുള്ളത് നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. അറേഞ്ച് ദ ഫോളോയിങ് പാരസൈറ്റ്സ് ഇൻ ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് ഇൻക്യുബേഷൻ പീരിയഡ് ഫോർ ദ ഒക്കറൻസ് ഓഫ് സിംറ്റംസ് ഇൻ ഹ്യൂമൻ.
അതായത് നമുക്ക് കുറച്ച് പാരസൈറ്റ്സ് തന്നിട്ടുണ്ട്. അവരുടെ ഇൻക്യുബേഷൻ പീരീഡിന്റെ ബേസിൽ എത്രത്തോളം സിംറ്റംസ് ഹ്യൂമൻസിൽ കോസ് ചെയ്യുന്നുണ്ട് ആ ഒരു ഓർഡറിൽ നമുക്ക് അറേഞ്ച് ചെയ്യാനാണ്. നമുക്ക് തന്നിട്ടുള്ളത് ആരൊക്കെയാണ്? കാൽസിപ്പാരം മലേറിയ, വൈവാക്സ് മലേറിയ, കോട്ടൺ മലേറിയ ആൻഡ് ഒവേൽ മലേറിയ. അപ്പൊ ഇതിനെ നമ്മൾ ഒരു ഇൻക്യുബേഷൻ പീരീഡ് അസുഖം കാണിക്കുന്നതിന്റെ ആ ഒരു ഇൻക്യുബേഷൻ പീരീഡിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഫസ്റ്റ് വരുന്നത് വൈവാക്സ് മലേറിയ ആയിരിക്കും, ദെൻ കാൽസിപ്പാരം മലേറിയ, ദെൻ ഒവേൽ മലേറിയ ആൻഡ് ഫൈനലി കോട്ടൺ മലേറിയ. ഇങ്ങനെയാണ് ഒരു അറേഞ്ച്മെന്റ് വരിക. 55-ാമത്തത് എന്താണ്? ദ ഫോളോയിങ് ഈസ് ട്രൂ ഓഫ് ദ യെല്ലോ ഫീവർ വാക്സിൻ. യെല്ലോ ഫീവർ വാക്സിനുമായിട്ട് ശരിയായിട്ടുള്ള കാര്യങ്ങൾ ഈ 4 ഏതാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിൽ അതൊക്കെ പറയുന്നുണ്ട്. ലൈവ് അറ്റന്യൂവേറ്റഡ് ലയോഫിലൈസ്ഡ് ഇത് ഫ്രീസ് ഡ്രൈഡ് വാക്സിൻ ആണ്, ഹാസ് 17D സ്ട്രെയിൻ ആണ്, ആഫ്റ്റർ റീകോൺസ്റ്റിറ്റ്യൂഷൻ മസ്റ്റ് ബി യൂസ്ഡ് വിത്തിൻ 6 hours എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഫൈനലി വാലിഡിറ്റി ഓഫ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ആഫ്റ്റർ 10 days എന്നും പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ യെല്ലോ ഫീവർ വാക്സിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ ശരിയായിട്ടുള്ള കാര്യങ്ങൾ അതെന്താണ്? ഒരു ലൈവ് അറ്റന്യൂവേറ്റഡ് ലയോഫിലൈസ്ഡ് വാക്സിൻ ആണ്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രെയിൻ എന്ന് പറയുന്നത് ഹാസ് 17D എന്നുള്ള സ്ട്രെയിനുമാണ്. ആൻഡ് അതിന്റെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് വാക്സിൻ എടുത്തതിന് ശേഷമുള്ള എന്താ പറയാ കോൺസിക്യൂട്ടീവ് 10 days ആയിരിക്കും എന്നുള്ളതും പഠിച്ചു വെക്കാം. കംപ്ലീറ്റ് ജനറൽ നോളജ് ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. കുറച്ച് അസുഖങ്ങൾ വൈറൽ ഡിസീസസ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. പെർട്ടൂസിയസ്, മീസിൽസ്, മംസ്, റുബെല്ല. അപ്പോൾ ഇവരുടെ പ്രീവാലൻസ് ആണ് മറ്റേ സൈഡിൽ പെർസെൻറ്റേജിന്റെ ലെവലിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. പെർട്ടൂസിയസ് 92 to 94% പ്രീവാലൻസിൽ നമുക്ക് കാണാൻ പറ്റും. മീസിൽസ് ആണെങ്കിൽ 83 to 94% കാണാം. മംസിന്റെ കേസ് 75 to 86%, അതുപോലെ റുബെല്ല 80 to 85%. അതിന്റെ ഏകദേശം സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ പ്രീവാലൻസ് ആണെന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റും. അടുത്തത് ഡിഫറെന്റ് വാക്സിൻസും അതിൽ യൂസ് ചെയ്തിട്ടുള്ള സ്ട്രെയിനും തമ്മിലുള്ള മാച്ച് ദ ഫോളോയിങ് ആണ്. BCG വാക്സിൻ ഉണ്ട്, മീസിൽസ് വാക്സിൻ ഉണ്ട്, മംസ് വാക്സിൻ ഉണ്ട്, അതുപോലെ വാരിസെല്ല വാക്സിൻ ഉണ്ട്. നമുക്ക് തന്നിട്ടുള്ള സ്ട്രെയിൻസ് എന്ന് പറയുന്നത് ജെറിൽ ലീൻ സ്ട്രെയിൻ, സ്ട്രെയിൻ, ഡാനിഷ് 1331 സ്ട്രെയിൻ ആൻഡ് എഡ്മോൺസ്റ്റൺ സഗ്രേഡ് സ്ട്രെയിൻ. അപ്പോൾ ഇതിൽ BCG എന്നുള്ള ഈ ഒരു വാക്സിന്റെ സ്ട്രെയിൻ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഈ ഡാനിഷ് 1331 എന്നുള്ള സ്ട്രെയിൻ തന്നെയായിരുന്നു. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വാക്സിൻ തന്നെയാണ് BCG എന്ന് പറയുന്നത് ഇറ്റ്സെൽഫ്. സോ ഈ ഒരു സ്ട്രെയിനും ആ സമയത്ത് വളരെ ഫേമസ് ആയിരുന്നു. മീസിൽസ് വാക്സിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എഡ്മോൺസ്റ്റോൺ സഗ്രേഡ് സ്ട്രെയിൻ എന്ന് പറയാം, അതിന്റെ ഡിസ്കവറിന്റെ നെയിം ആയിരുന്നു. മംസ് വാക്സിൻ എന്ന് പറയുമ്പോൾ ജെറിൽ ലീൻ സ്ട്രെയിൻ, അതും അതിന്റെ ഡിസ്കവറിന്റെ നെയിം ആയിരുന്നു. വാരിസെല്ല വാക്സിൻ എന്ന് പറയുമ്പോൾ ഒക്കാ സ്ട്രെയിനുമാണ് കൊടുത്തത്. വാരിസെല്ലയുടെ ഒക്കാ സ്ട്രെയിൻ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രെയിൻ തന്നെ ആയിരുന്നു. ഈ 58th വൺ നോക്കുകയാണെങ്കിൽ റെഫറൻസ് ഇന്റർവെൽ ഫോർ സ്പേം ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ സെമൻ അസോസിയേറ്റഡ് വിത്ത് ഫെർട്ടിലിറ്റി. ഫെർട്ടിലിറ്റിനെ വെച്ച് നോക്കുമ്പോൾ സെമനിൽ ഉള്ള സ്പേമിന്റെ ക്യാരക്ടറിസ്റ്റിക്സിന് ആവശ്യമായിട്ടുള്ള ഒരു റെഫറൻസ് ഇന്റർവെല് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ഏത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. 17% ഓർ മോർ ഹാവ് നോർമൽ മോർഫോളജി. ഇത് 14% അതിൽ മുകളും എന്തായിരിക്കും? നോർമൽ മോർഫോളജി ഉള്ളവരായിരിക്കും. 75% അലൈവ് ആയിരിക്കും. 10 ടൈം അല്ലെങ്കിൽ 10 into 106 സ്പേം പെർ ml ഉണ്ടാവും എന്നുള്ള ഒരു കണക്ക്. അതായത് അങ്ങനെയല്ല വരുന്നത്, 10 into 10⁶ സ്പേംസ് പെർ ml വരും എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് 50% ഓർ മോർ വിത്ത് മോഡറേറ്റ് ടു റാപ്പിഡ് ലീനിയർ പ്രോഗ്രഷൻ. അപ്പോൾ ഇതിൽ ഏതൊക്കെ ആയിരിക്കും ശരി എന്നുള്ളതാണ്. പക്ഷെ സിംപ്ലി ഇതിൽ കൊടുത്തിട്ടുള്ള 4 വാല്യൂസും കറക്റ്റ് ആണ്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാം. എന്താണ്? 14% അല്ലെങ്കിൽ അതിലധികമോ നോർമൽ മോർഫോളജി ഉള്ളവരായിരിക്കും. 75% അല്ലെങ്കിൽ അതിലധികം ജീവനുള്ളവരായിരിക്കും. 10 into 10⁶ സ്പേംസ് പെർ ml പ്രസന്റ് ആയിരിക്കും. ആൻഡ് ഓൾസോ 50% അല്ലെങ്കിൽ അതിലധികമോ എന്തായിരിക്കും? മോഡറേറ്റ് ടു റാപ്പിഡ് ലീനിയർ പ്രോഗ്രഷൻ അല്ലെങ്കിൽ ഫോർവേഡ് പ്രോഗ്രഷൻ കാണിക്കുന്നവരായിരിക്കും എന്നും പറയുന്നുണ്ട്. 59th വൺ നോക്കാം. വെൻ വ്യൂവിംഗ് എ ഫോക്കസ്ഡ് സ്പെസിമെൻ ഇൻ ദ മൈക്രോസ്കോപ്പ്,
The user sees a speck in the field of view. The speck remains in view when the objective is changed and when the specimen is moved. Speck is most likely located on. ഇത് കുറച്ച് നമ്മൾ തിങ്ക് ചെയ്യിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരാൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് ഒരു സ്പെസിമിനെ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു ഫീൽഡിൽ നമുക്കൊരു സ്പെക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോ നമ്മൾ എന്ത് ചെയ്തിട്ടും ഒബ്ജക്റ്റീവ് ചേഞ്ച് ചെയ്യുമ്പോഴും സ്പെസിമെൻ മൂവ് ചെയ്യുമ്പോഴും ഒക്കെ ഈ ഒരു എന്താ അവിടെ ഉണ്ട്, സ്പെക്ക് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്പെക്ക് എവിടെ പ്രസന്റ് ആവാൻ, മൈക്രോസ്കോപ്പിൽ ഏത് പാർട്ടിൽ പ്രസന്റ് ആവാനാണ് അത് കൂടുതൽ ചാൻസ് ഉള്ളത്? കണ്ടൻസറിലായിരിക്കോ, ഒബ്ജക്റ്റീവിലായിരിക്കോ, സ്പെസിമെൻ കവർ സ്ലിപ്പിലായിരിക്കോ, IPS ഒബ്ജക്റ്റീവ്, കണ്ടൻസർ, സ്പെസിമെൻ കവർ സ്ലിപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മൂവ്മെന്റ് അനുസരിച്ച് അതും മാറും. ഇത് എവിടെയും എന്ത് ചെയ്യുമ്പോഴും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് എവിടെയാണ്, IPS അല്ലെങ്കിൽ IPS ലെൻസിലാണ് എന്നുള്ളതാണ്. അത് വളരെ ഈസിയാണ്, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കോമൺ സെൻസ് തന്നെ നമുക്ക് മതി. Which type of microscopy is able to produce 3D images and perform optical sectioning? Optical sectioning യൂസ് ചെയ്തുകൊണ്ട് ഒരു 3D ഇമേജ് നമുക്ക് തരാൻ അല്ലെങ്കിൽ തരുന്ന മൈക്രോസ്കോപ്പ് ഇതിൽ ഏതായിരിക്കും? റൈറ്റ് ഫീൽഡ് ആണോ, ഇന്റർഫറൻസ് ആണോ, ഫേസ് കോൺട്രാസ്റ്റ് ആണോ, പോളറൈസിംഗ് ആണോ? മൈക്രോസ്കോപ്പിനിടയിൽ ഡയറക്റ്റ് പറയുന്ന ഒരു സംഭവമാണ് ഇന്റർഫറൻസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി. കാരണം അവരുടെ ഇന്റർഫറൻസിലുള്ള ഡിഫറൻസ് ആണ് ഒരു കൺവേർട്ട് ചെയ്തിട്ട് ഇമേജ് ആക്കി മാറ്റുന്നത്. ആ സമയത്ത് നമുക്ക് ആ ഒരു ഡിഫറൻസ് ഇൻ ഇന്റർഫറൻസ് കാരണം ഒരു 3D ഇമേജ് തന്നെ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഈ പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പി ഈസ് ബേസ്ഡ്, അതായത് ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പിയുടെ പ്രിൻസിപ്പിൾ ആണ് സിംപിളി ഇവിടെ ചോദിക്കുന്നത്. എ സബ്സ്റ്റൻസ് ദാറ്റ് കോസസ് ദ റൊട്ടേഷൻ ഓഫ് പോളറൈസ്ഡ് ലൈറ്റ്. ഫ്ലൂറസെൻസ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഒരു പോളറൈസ്ഡ് ലൈറ്റിന്റെ റൊട്ടേഷനെ അത് യാതൊരു തരത്തിലും എഫക്ട് ചെയ്യുന്നില്ല എന്ന് പറയാം. ഡിഫറൻസസ് ഇൻ ദ ഒപ്റ്റിക്കൽ ലൈറ്റ് പാത്ത് ബീങ് കൺവേർട്ടഡ് ടു ഇന്റൻസിറ്റി ഡിഫറൻസസ്. അതൊരിക്കലുമല്ല ഒപ്റ്റിക്കൽ പാത്ത് ലെങ്തിലുള്ളത് നമ്മൾ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിന്റെ കേസിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡിഫറൻസസ് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബീങ് കൺവേർട്ടഡ് ഇൻ ടു വേരിയേഷൻസ് ഇൻ ലൈറ്റ് ഇന്റൻസിറ്റി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലുള്ള വേരിയേഷനെ കൺവേർട്ട് ചെയ്യുന്നതും ഒരിക്കലും നമ്മുടെ ഫ്ലൂറസെൻസിലല്ല. ഫ്ലൂറസെൻസിന്റെ കേസ് എന്താണ്, ആ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, ഒരു ഹയർ സ്റ്റേജിലേക്ക് പോകുന്നു, വീണ്ടും അതിനെ റിലീസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ എമിറ്റ് ചെയ്യുന്നു, ഒരു ലോങ്ങർ വേവ് ലെങ്ത്തിൽ എമിറ്റ് ചെയ്യുന്നു. അതാണ് എപ്പോഴും ഫ്ലൂറസെൻസിന്റെ ഏതൊക്കെ മൈക്രോസ്കോപ്പി ആണെങ്കിലും സ്പെക്ട്രോസ്കോപ്പി ആണെങ്കിലും ഫ്ലൂറസെൻസ് എവിടെയൊക്കെ വരുന്നു അവിടെയൊക്കെ അതിന്റെ വേ ഓഫ് വർക്കിംഗ് അങ്ങനെ ആയിരിക്കും. Which type of microscopy uses a special condenser to direct light onto the specimen from oblique angles only? Oblique angles മാത്രം സ്പെസിമെനിലേക്ക് ഡയറക്റ്റ് ലൈറ്റിനെ ഫോക്കസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പി ഏത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഒറ്റൊരു ഉത്തരവേ ഉള്ളൂ, ഡാർക്ക് ഫീൽഡ്. അത് ഡയറക്റ്റ് ആയിട്ട് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിന്റെ ഉള്ളിൽ നമ്മൾ എന്താ പ്രത്യേകമായിട്ട് കാര്യങ്ങളൊന്നും കോൺസെപ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ പറയുന്ന ഒരു സംഭവമായിരുന്നു ഒബ്ലിക് ആംഗിൾസിൽ നിന്നും സ്പെസിമെനിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ആ ടൈപ്പ് ഡാർക്ക് ഫീൽഡ് ആയിരിക്കും എന്നുള്ളത്. ആ ഒരു മെക്കാനിസം വഴിയാണ് അവരുടെ കോൺട്രാസ്റ്റ് അവിടെ ഇൻക്രീസ് ആവുന്നത്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡൈല്യൂവൻറ്റ് ഷുഡ് ബി യൂസ്ഡ് വെൻ RBC കൗണ്ട് ഈസ് റിക്വയർഡ്. നമ്മൾ RBC കൗണ്ട് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഡൈല്യൂവന്റ് ഏത് എന്നായിരുന്നു. അതായത് ഐസോട്ടോണിക് സലയനാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇതല്ല കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. കാരണം RBC കൗണ്ട്, അതായത് നമ്മുടെ ബ്ലഡ് സെൽസ് കൗണ്ടിങ്ങിന് നമുക്ക് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് എന്തുണ്ട് ഡൈല്യൂവൻസ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ആളുകളാണ് ഐസോട്ടോണിക്കും ടർക്ക് സൊല്യൂഷനും എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം കൺഫ്യൂഷൻ ആവാം. പക്ഷെ ടർക്ക് സൊല്യൂഷൻ WBCന്റെ കേസിലായിരിക്കും, ഐസോട്ടോണിക് എന്ന് പറയുന്നത് RBCന്റെ കേസിലായിരിക്കും. VVM, അതായത് vaccine monitoral vial is used to monitor effectiveness of cold chain. Which of the following is indication not to discard the vaccine? ഇത് വാക്സിന്റെ സേഫ്റ്റി മെഷറുമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് VVM, വാക്സിൻ മോണിറ്ററിംഗ് വയൽ എന്നുള്ളത്. അപ്പോ ഇതില് വാക്സിന്റെ ഡിസ്കാർഡുമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാത്തത് ഏത് എന്നുള്ളതാണ്. ഇന്നർ സ്ക്വയർ ഈസ് വൈറ്റ്, ഇന്നർ സ്ക്വയർ ഇസ് ലൈറ്റർ ദാൻ ഔട്ടർ സർക്കിൾ, inner square darker than the outer circle is more darker than inner circle. A, B and അതായത് ഇന്നർ സ്ക്വയർ വൈറ്റ് ആണ്, ഇന്നർ സ്ക്വയർ ഈസ് ലൈറ്റർ ദാൻ ഔട്ടർ സർക്കിളിനേക്കാളും ഇന്നർ സ്ക്വയർ ലൈറ്റർ ആണ്, അതുപോലെ ഔട്ടർ സർക്കിൾ ഈസ് മോർ ഡാർക്ക് ദാൻ ഇന്നർ സ്ക്വയർ ആണ്. ഇങ്ങനത്തെ കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ ഒരു വാക്സിന്
ആ സമയത്ത് നമുക്ക് ഡിസ്കാർഡ് ചെയ്യരുത് എന്നുള്ളതാണ്. പക്ഷെ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്. ഈ 3 ഓപ്ഷനിൽ പറയുന്ന കാര്യങ്ങൾ സെയിം ആണ്. പക്ഷെ അതിന് നേരെ ഓപ്പോസിറ്റിൽ ഉള്ള ലെവലാണ് അവർ ചൂസ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ, നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്നതിന് വേണ്ടിയിട്ട്. Which of the following conditions can result in the excretion of small amounts of occult blood in the feces? ഇവിടെ ഫീസസിൽ ബ്ലഡ് പ്രസന്റ് ആവാൻ ഉണ്ടാവുന്ന ആ ഒരു സിറ്റുവേഷൻ ഇതിൽ ഏത് കണ്ടീഷനും ഉണ്ടായിരിക്കും? ഹീമറോയിഡ്സ് ആയിരിക്കോ, ബ്ലീഡിംഗ് ഗംസ്, പെപ്റ്റിക് അൾസേഴ്സ് ഓർ ഇൻടേക്ക് ഓഫ് അയൺ സപ്ലിമെന്റ്സ്? ഏതൊക്കെ ആയിരിക്കും? ഹീമറോയിഡ്സിന്റെ കേസിലും ബ്ലീഡിംഗ് ഗംസിന്റെ കേസിലും പെപ്റ്റിക് അൾസേഴ്സിന്റെ കേസിലും ഫീസസിൽ എന്ത് വരാനുള്ള സാധ്യതയുണ്ട്? ബ്ലഡ് വരാനുള്ള, അല്ലെങ്കിൽ ഒക്കൾട്ട് ബ്ലഡ് പ്രസന്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അയൺ സപ്ലിമെന്റ്സിന്റെ ഇൻടേക്കിൽ അങ്ങനത്തെ ഒരു കേസ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്. 56. As per the National Immunization Schedule of India, ഈ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളെ കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് അതിന്റെ എന്താ പറയാ ടൈം ലൈൻ, അല്ലെങ്കിൽ ബർത്ത് ടു 10 years ഓഫ് ഏജിന്റെ ആ ഒരു ലെവൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. DPT തന്നിട്ടുണ്ട്, BCG തന്നിട്ടുണ്ട്, TT തന്നിട്ടുണ്ട്, മീസിൽസ് തന്നിട്ടുണ്ട്. BCG ആയിരിക്കും ഫസ്റ്റ്, കാരണം ബർത്തിൽ കൊടുക്കുന്നതാണ് BCG, നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് ആ ഒരു ചൈൽഡിന്റെ എന്താ 6, 10, 14 വീക്സിന്റെ ആ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ DPT കൊടുക്കാറുള്ളത്. പിന്നെ മീസിൽസിന്റെ കൊടുക്കുന്നത് ഒരു 9 മാസം തൊട്ട് 1 വയസ്സാവുന്നതിന്റെ ഇടയിലുള്ള ആ ഒരു ടൈമിലും, TT കൊടുക്കുന്നത് 10 വർഷത്തിന്റെ ഉള്ളിലുമായിരിക്കും. ജനറലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അറേഞ്ച് ദ ഫോളോയിങ് വാക്സിൻസ് ആസ് പെർ എക്സ്പെക്ടഡ് ഫ്രീക്വൻസി ഓഫ് പോസിബിൾ മൈനർ അഡ്വേഴ്സ് റിയാക്ഷൻ ഇൻ ഇൻക്രീസിംഗ് ഓർഡർ. അതായത് ഇവരുടെ അഡ്വേഴ്സ് റിയാക്ഷന്റെ ഇൻക്രീസിംഗ് ഓർഡറിന്റെ പോസിബിലിറ്റി അല്ലെങ്കിൽ ഫ്രീക്വൻസിന്റെ ലെവലിൽ അറേഞ്ച് ചെയ്യാണ് BCG, DPT, അതുപോലെ തന്നെ OPV അതായത് ഓറൽ പോളിയോ വാക്സിൻ, അതുപോലെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ബി. ഇതില് എങ്ങനെയാണ് വരുന്നത്? ലെസ് പോസിബിൾ അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കുന്നത് എപ്പോഴും BCG ആയിരിക്കും, ദെൻ DPT, ദെൻ ഓറൽ പോളിയോ. കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി കൂടുതൽ എഫക്റ്റ് ഉണ്ടാക്കാറുള്ളത് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്നുള്ള വൈറസിന്റെ വാക്സിൻ ആയിരിക്കും. ഓപ്പൺ വയൽ പോളിസി ഈസ് നോട്ട് അപ്ലൈഡ് ടു വിച്ച് വാക്സിൻ? ഏതൊരു വാക്സിനിലേക്കാണ് ഈ ഒരു ഓപ്പൺ വയൽ പോളിസി അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതാണ്. ഹെപ്പറ്റൈറ്റിസ് ആണോ, ലിക്വിഡ് പെന്റാവാലൻ വാക്സിൻ ആണോ, BCG വാക്സിന്റെ കേസാണോ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓറൽ പോളിയോ വാക്സിന്റെ കേസിലാണോ? BCG വാക്സിന്റെ കേസിലാണ് നമുക്ക് ഓപ്പൺ, അതായത് ആ വയൽ ഓപ്പൺ ചെയ്തിട്ട് ആ വാക്സിൻ ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് കണ്ടാമിനേഷൻ വരും, അതുകൊണ്ടാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം. Arrange the following causative organisms for food poisoning with increasing order of incubation period. അതായത് ഈ തന്നിട്ടുള്ള ഓർഗാനിസം ഫുഡ് പോയിസൺ കോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ എത്രത്തോളം ടൈം എടുക്കും എന്നുള്ളതിന്റെ ബേസിൽ അതിനെ അറേഞ്ച് ചെയ്യാനാണ്. തന്നിട്ടുള്ള ആരൊക്കെയാണ്? സ്റ്റഫൈലോകോക്കസ്, സാൽമോണല്ല, CI പെർഫ്രിഞ്ചൻസ് അല്ലെങ്കിൽ ക്ലോസ്ട്രിഡിയം പെർഫ്രിഞ്ചൻസ്, ബോട്ടുലിസം. ഏറ്റവും കുറച്ച്, അതായത് വെറും മണിക്കൂറുകൾക്ക് ഇടയിൽ നമുക്ക് സ്റ്റഫൈലോകോക്കസിന്റെ എഫക്റ്റ് കാണാൻ പറ്റും. എന്നാൽ എന്താ പറയാ 8 തൊട്ട് 16 മണിക്കൂറിന്റെ ഇടയിലാണ് നമുക്ക് ക്ലോസ്ട്രിഡിയം പെർഫ്രിഞ്ചൻസിന്റെ സിംറ്റംസ് കാണിക്കാറുള്ളത്. സാൽമോണല്ല ആകുമ്പോൾ 6 മണിക്കൂർ മുതൽ ഏകദേശം 2 ദിവസം വരെ അത് നിലനിൽക്കും, ആ ഒരു എഫക്റ്റ് നമുക്ക് കാണിക്കാം. ഇനി ബോട്ടുലിസ് ആണെന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ, ഏകദേശം എത്ര പറയാ 2-3 ദിവസം ഉള്ളിലൊക്കെ നമുക്ക് ഒരു എഫക്റ്റ് കാണിക്കാറുള്ളൂ എന്നുള്ളതാണ് അർത്ഥം. ഈ 70 നോക്കാം. ഡിഫറെന്റ് ഗ്ലൂക്കോസ് ഇൻടേക്കിനെ പറ്റിയിട്ടും അത് റിലേറ്റഡ് ആയിട്ടുണ്ട്, എമൗണ്ടിൻ്റെതുമാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു സന്ദർഭത്തിൽ എടുക്കുന്ന ഗ്ലൂക്കോസ്, ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂക്കോസിന്റെ അളവ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതിന് ആൻസർ നോക്കിയാൽ കാണാം. ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് ഇൻ ഡയബറ്റിക് പേഷ്യന്റ്. ഒരു ഡയബറ്റിക് പേഷ്യന്റിലെ ഫാസ്റ്റിംഗ്, അതായത് നമ്മൾ ഭക്ഷണം കഴിക്കാതെ വെറും വയറ്റിൽ പോയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാന്നൊക്കെ പറയല്ലോ, ആ കേസ് വന്നു കഴിഞ്ഞാൽ ലെസ് ദാൻ 126 mg/dl ആണ് നമുക്ക് കാണേണ്ടത്. അത് അങ്ങനെ തന്നെ വരുള്ളൂ എന്നല്ല, നോർമൽ ആയിട്ടുള്ള ഒരാൾ നമ്മളത്തോളം അങ്ങനെയാണ് വരേണ്ടത്. ഇനി ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് ഇൻ ഇംപെയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ്, അവിടെ ഒരു ഗ്ലൂക്കോസ് ടോളറൻസിൽ ഒരു ഇമ്പയർമെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് ലെവൽ എങ്ങനെയായിട്ടാണ് മാറുക? 126ലും കൂടുതൽ നമുക്ക് കാണാൻ പറ്റും.
ഈ 2-hour പ്ലാസ്മ ഗ്ലൂക്കോസ് ഇമ്പയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ 140ന്റെയും 200 mg/dl ഇടയിലായിരിക്കും. അതല്ല 2-hour പ്ലാസ്മ ഗ്ലൂക്കോസ് ഇമ്പയർഡ് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ വരാം, 140ന്റെ താഴത്തും ആയിരിക്കും. ആ ലെവൽ എന്തായാലും പഠിച്ചു വെക്കാം. ഇത് ഐസൊലേറ്റ് ചെയ്തിട്ടും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. 71ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ഒബേസിറ്റി. ഒബേസിറ്റിന്റെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നതിൽ ഇതിലെല്ലാതും ഉണ്ട്, എക്സെപ്റ്റ് ഇതിൽ ഒന്നൊഴികെ എല്ലാതും എന്താണ്, ഒബേസിറ്റിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അതിൽ പെടാത്തത് ഏത് എന്നുള്ള ചോദിക്കുന്നത്. ബോഡി മാസ് ഇൻഡെക്സ് ആണോ? അല്ല, കാരണം ബോഡി മാസ് ഒബേസിറ്റിയുമായിട്ട് വളരെ പോസിറ്റീവ്ലി എഫക്ട് ചെയ്യുന്ന ഒരാളാണ്. പോണ്ടറൽ ഇൻഡെക്സും അല്ല, ബ്രൊക്ക ഇൻഡെക്സും അല്ല. ബ്രെറ്റ്യൂ ഇൻഡെക്സ് എന്ന് പറയുന്നത് വെക്ടർ കൺട്രോളിലുള്ള ഒരു സംഭവമാണ്. അത് ഒബേസിറ്റിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. 72 നോക്കാം. ആവറേജ് നമ്പർ ഓഫ് ഹൂക്ക്വേം eggs പെർ ഗ്രാം ഓഫ് ഫീസസ് ഫോർ ദ എൻറ്റയർ കമ്മ്യൂണിറ്റി ഈസ് കോൾഡ് ആസ്. അതായത് 1 gram ഫീസസിൽ എത്ര ഹൂക്ക്വേം എഗ് ഉണ്ടാവും എന്നുള്ളതിന്റെ ആവറേജ് നമ്പർ ഒരു കമ്മ്യൂണിറ്റി, എൻറ്റയർ കമ്മ്യൂണിറ്റിയിൽ ഉള്ള ആവറേജ് നമ്പറിനെ പറയുന്ന പേരാണ് എന്ത്? ഷാൻഡ്ലേഴ്സ് ഇൻഡെക്സ്, ബ്രെറ്റ്യൂ ഇൻഡെക്സ്, ഹൗസ് ഇൻഡെക്സ് ഓർ ബറോ ഇൻഡെക്സ്. ഇതൊക്കെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട സംഭവമാണ്, കോൺസെപ്റ്റിലായിട്ടുള്ള ഒന്നുമില്ല. ഇതിനെ നമുക്ക് ഷാൻഡ്ലേഴ്സ് ഇൻഡെക്സ് തന്നെ വിളിക്കാം. നമുക്ക് പഠിച്ച് വെച്ചാൽ മതി. അതുപോലെ തന്നെ ഇതിൽ കൊടുക്കുന്ന ഓപ്ഷനിൽ കൊടുക്കുന്ന ഓരോ ഇൻഡെക്സും എന്താണെന്നുള്ളത് സെപ്പറേറ്റ് ഏതെങ്കിലും സോഴ്സ് നോക്കിയിട്ട് നമ്മൾ പഠിക്കണം. നിക്ഷയ് പോർട്ടൽ ഈസ് യൂസ്ഡ് ഇൻ വിച്ച് ഹെൽത്ത് പ്രോഗ്രാം. ഏത് ഹെൽത്ത് പ്രോഗ്രാമിലാണ് നിക്ഷയ് പോർട്ടൽ യൂസ് ചെയ്യാറുള്ളത്? ട്യൂബർകുലോസിസ് ആണോ, എയ്ഡ്സ് ആണോ, ലെപ്രോസി ആണോ, മലേറിയ ആണോ? നിക്ഷയ് എന്ന് പറഞ്ഞത് ട്യൂബർകുലോസിസിന്റെ ട്രാക്കിങ്ങിന് വേണ്ടി ഏറ്റവും വൈഡ്ലി യൂസ് ചെയ്തിട്ടുള്ള ഒരു ട്രാക്കിംഗ് പോർട്ടൽ തന്നെ ആയിരുന്നു. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോർട്ടൽ ആയിരുന്നു. 2 ക്വസ്റ്റ്യൻ കൂടാനുള്ളത്. ഏഡിസ് ഈജിപ്തി എന്ന് പറയുന്നത് ഇതിൽ കൊടുത്തിട്ടുള്ള എല്ലാ ഡിസീസസിനും വെക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, എക്സെപ്റ്റ് ഒരു ഡിസീസിന് മാത്രമല്ല. ആ ഡിസീസ് ഏതാണെന്നുള്ളതാണ്. ഡെങ്കിന്റെ കേസിലും ചിക്കൻ ഗുനിയന്റെ കേസിലും യെല്ലോ ഫീവറിന്റെ കേസിലൊക്കെ ഏഡിസ് ഈജിപ്തി തന്നെയാണ് വെക്ടർ ആയിട്ട് ആക്ട് ചെയ്യാറുള്ളത്. ജാപ്പനീസ് എൻസെഫലൈറ്റിസിന്റെ കേസിൽ ഏഡിസ് ഈജിപ്തി നമ്മൾ കാണാറില്ല. പക്ഷെ ഇൻസ്റ്റഡ് എന്താണ്, ഹ്യൂളസ് മോസ്കിറ്റോസ് ആണ്. അതും നമുക്ക് പഠിച്ചു വെക്കാം. ഹ്യൂളസ് മോസ്കിറ്റോസ് ആണ് ജാപ്പനീസ് എൻസെഫലൈറ്റിസ് ഉണ്ടാക്കാറുള്ളത്. ഫൈനലി ഹെഡ്രോൺസ് മാട്രിക്സ്. ഹെഡ്രോൺസ് മാട്രിക്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ബ്ലൈൻഡ്നെസ്സിനാണോ, ഹൈപ്പർ ടെൻഷനാണോ, ആക്സിഡൻസിനാണോ, ക്രോണിക് കിഡ്നി ഡിസീസിനാണോ? ഹെഡ്രോൺസ് മാട്രിക്സ് ഇഞ്ചുറി പ്രിവെൻഷൻ സ്ട്രാറ്റജീസിന്റെ ഭാഗമായിട്ട് ആക്സിഡന്റുകളെ ഒരു ഡാറ്റ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനുള്ളതാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ബ്ലൈൻഡ്നെസ്, ഹൈപ്പർ ടെൻഷൻ, ക്രോണിക് കിഡ്നി ഡിസീസിന്റെ ഒക്കെ മെട്രിക്സ് ഏതാണെന്നുള്ളതൊക്കെ നമുക്ക് ഏതെങ്കിലും സോഴ്സ് നോക്കിയിട്ട് പഠിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 75 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.